ഹരി ഓം ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായ ശേതേയദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി.
വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. നാരായണ. ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗയിലേക്ക്, ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. 12 സ്കന്ധം, 12 അധ്യായം. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഘാസുര മോക്ഷം, ആ കഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വായിക്കാം, എന്നിട്ട് കാണാം. 30-ാം ശ്ലോകം വരെ മറ്റാണ് എടുത്തത്. അല്ല, 30-ാം ശ്ലോകം വരെ എടുത്തു. 31 മുതൽ കാണണം. വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ 12ഓധ്യായഃ. ശ്രീശുക ഉവാച. ക്വചിദ്വനാശായ മനോദധത്പ്രജാത് പ്രാതഃ സമുത്ഥായ വയസ്യ വത്സപാൻ പ്രബോധയൻ ശൃംഗരവേണചാരുണാ വിനിർഗതോ വത്സപുരഃസരോ ഹരിഃ. തേനൈവ സാകം പൃഥുകാ സഹസ്രശഃ സ്നിഗ്ധാ സുശിഗ്വേത്ര വിഷാണവേണവഃ സ്വാൻ സ്വാൻ സഹസ്രോപരി സംഖ്യയാന്വിതാൻ വത്സാൻ പുരസ്കൃത്യ വിനിര്യയുർമുദാ. കൃഷ്ണവത്സൈരസംഖ്യാതൈർയൂഥീകൃത്യ സ്വവത്സകാൻ ചാരയന്തോർഭലീലാഭിഃ വിജഹ്രുസ്തത്ര തത്ര. ഫലപ്രവാളസ്തബകസുമനഃ പിഞ്ചധാതുഭിഃ കാചഗുഞ്ചാമണി സ്വർണഭൂഷിതാ അപ്യഭൂഷയൻ. മുഷ്ണന്തോന്യോന്യശിഖ്യാദീൻ ജ്ഞാതാനാരാച്യ ചിക്ഷിഭുഃ തത്രത്യാശ്ച പുനർദൂരാത് ഹസന്തശ്ച പുനർദദുഃ. യദി ദൂരം ഗതഃ കൃഷ്ണോ വനശോഭേക്ഷണായ തം അഹം പൂർവം ഇതി സംസ്പൃശ്യ രേമിരേ. കേചിദ്വേണൂൻ വാദയന്തോദ്ധ്മാന്തഃ ശൃംഗാണി കേചന കേചിത് ഭൃംഗൈഃ പ്രഗായന്തഃ കൂജന്തഃ കോകിലൈഃ പരേ. വിച്ഛായാഭിഃ പ്രധാവന്തോ ഗച്ഛന്തഃ സാധു ഹംസകൈഃ ബകൈരുപവിശന്തശ്ച നൃത്യന്തശ്ച കലാഭിഭിഃ. വികർഷന്തഃ കീശബാലാൻ ആരോഹന്തശ്ച തൈർദ്രുമാൻ വികുർവന്തശ്ച തൈഃ സാകം പ്ലവന്തശ്ച പലാശിഷു. സാകംഭേകൈർവിലംഘന്തഃ സരിൽ പ്രസ്രവ സംപ്ലുതാഃ വിഹസന്തഃ പ്രതിച്ഛായാഃ ശപന്തശ്ച പ്രതിസ്വനാൻ. ഇത്തം സതാം ബ്രഹ്മസുഖാനുഭൂത്യ ദാസ്യം ഗതാനാം പരദൈവതേന മായാശ്രിതാനാം നരദാരകേണ സാകം വിജഹ്രുകൃത പുണ്യപുഞ്ചാഃ. യൽപാദപാം സുർബഹുജന്മ കൃച്ഛ്രതോ ധൃതാത്മഭിർയോഗിഭിരപ്യലഭ്യഃ സയേവ യദൃഗ്വിഷയഃ സ്വയം സ്ഥിതഃ കിം വർണ്യതേ ദിഷ്ടമതോ വ്രജൗകസാം. അഗാഗനാമാഭ്യപതൻ മഹാസുരഃ തേഷാം സുഖക്രീഡന വീക്ഷണക്ഷമഃ നിത്യം യദന്തർനിജജീവിതേപ്സുഭിഃ പീതാമൃതൈരപ്യമരൈഃ പ്രതീക്ഷ്യത്തെ. ദൃഷ്ട്വാർഭകാൻ കൃഷ്ണമുഖാൻ അഗാസുരഃ കംസാനുശിഷ്ടഃ സ ഭഗീഭഗാനുജഃ. അയം തു മേ സോദരനാശകൃത് തയോഃ ദ്വയോഃ മമൈനം സബലം ഹനിഷ്യേ. ഏതേ യദാ മത്സുഹൃദോഃ തിലാപഃ
കൃതാസ്തദാ നഷ്ടസമാ പ്രജൗകസഃ പ്രാണേകദേ വഷ്മസുഖാനുചിന്താ പ്രജാസവഃ പ്രാണഭൃതോ ഹി യേതേ ഇതി വ്യവസ്യാ ജഗരം ബൃഹദ്വപുഃ സയോജനായാമ മഹാദ്രിപീവരം ധൃത്വാദ്ഭുതം വ്യാത്തഗുഹാനനം തദാ പതിവ്യചേദഗ്രസനാശയാ ഖലഃ ദരാധരോഷ്ഠോ ജലദോക്തരോഷ്ഠോ ദര്യാനനാന്ദോ ഗിരിശൃംഗദംഷ്ട്രഃ ദ്വാന്താന്തരാസ്യോ വിതതാധ്വജിഹ്വഃ പരുഷാനിലശ്വാസദവേക്ഷണോഷ്ണഃ ദൃഷ്ട്വാ തം താദൃശം സർവേ മത്വാ വൃന്ദാവനശ്രിയം വ്യാത്താ ജഗരതുണ്ടേന ഹ്യുത്പ്രേക്ഷന്തേ സ്മലീലയാ അഹോ മിത്രാണി ഗതത സത്വകൂടം പുരസ്ഥിതം അസ്മൽ സംഗ്രസന വ്യാക്തവ്യാളതുണ്ടായതേ നവ സത്യം അർക്കകരാരക്തം ഉത്തരാഹനുവദ്ഘനം അധരാഹനുവദ്രോധഃ തൽപ്രതിച്ഛായയാരുണം പ്രതിസ്പർദ്ധേതേ സൃക്കിഭ്യാം സവ്യാസവ്യേന ഗോദരേ തുംഗസംഗാലയോപ്യേതാഃ തദ്ദംഷ്ട്രാഭിശ്ച പശ്യത ആസ്തൃതായാമമാർഗോയം രസനാം പ്രതിഗർജതി യേഷാമന്തർഗതം ദ്വാന്തം ഏതദപ്യന്തരാനനം ദാവോഷ്ണഖരവാദോയം ശ്വാസവദ്ഭാതി പശ്യത തദ്ദഗ്ധസത്വദുർഗന്ധോപി അന്തരാമിഷഗന്ധവത് അസ്മാൻ കിമത്ര ഗ്രസിതാ നിവിഷ്ടാൻ അയം തദാ ചേത് ഭഗവത് വിനക്ഷ്യതി ക്ഷണാദനേനേതി ബകാര്യുഷന്മുഖം വിക്ഷോധസന്ത കരതാടനൈര്യയുഃ ഇത്തം ഇതോ തത്യമതജ്ഞഭാഷിതം ശ്രുത്വാ വിചിന്യേത്യമൃഷാമൃഷായതേ രക്ഷോ വിദിത്വാഖിലഭൂതഹൃത്സ്ഥിതഃ സ്വാനാം നിരോധും ഭഗവാൻ മനോദധേ താവൽ പ്രവിഷ്ടാസ്ത്വസുരോദരാന്തരം പരം നകീർണാ ശിശവഃ സവത്സാഃ പ്രതീക്ഷമാണേന ബഗാരിവേശനം ഹതസ്വകാന്തസ്മരണേന രക്ഷസാ താൻ വീക്ഷ്യ കൃഷ്ണഃ സകലാഭയപ്രദോ ഹ്യനന്യനാദാൻ സ്വകരാദവച്യുതാൻ ദീനാംശ്ച മൃത്യോർജഠരാഗ്നിഗാസാൻ ഗൃണാർദിതോ ദിഷ്ടകൃതേന വിസ്മിതഃ കൃത്യം കിമത്രാസ്യ ഖലസ്യ ജീവനം ന വാ അമീഷാം ച സദാം വിഹിംസനം ദ്വയം കഥം സ്യാദിതി സംവിചിന്യത ജ്ഞാത്വാ വിശത്തുണ്ടമശേഷദൃഗ്ഹരിഃ തദാ ഘനച്ചദാ ദേവ ഭയാദ്ഹാഹേതി ചുക്രുഷുഃ ജഹൃഷുർയേതകം സാദ്യാഃ കൗണവാസ്ത്വഘബാന്ധവാഃ തച്ഛ്രുത്വാ ഭഗവാൻ കൃഷ്ണഃ ത്വവ്യയഃ സാർഭവത്സകം ചൂർണീചികീർഷോരാത്മാനം തരസാവവൃധേ ഗളേ തതോതികായസ്യ നിരുദ്ധമാർഗിണോ യുദ്ഗീർണ ദൃഷ്ടേർഭ്രമദസ്പിതസ്തതഃ പൂർണോന്തരംഗേ പവനോ നിരുദ്ധോ മൂർധൻ വിനിഷ്പാട്യ വിനിർഗതോ ബഹിഃ തേനൈവ സർവേഷു ബഹിർഗതേഷു പ്രാണേഷു വത്സാൻ സുഹൃതഃ പരേതാൻ ദൃഷ്ട്യാ സ്വയോത്താപ്യ തദന്വിതഃ പുനഃ വക്ത്രാൻ മുകുന്ദോ ഭഗവാൻ വിനിര്യയൗ പീനാഹി ഭോഗോത്തിതമത്ഭുതം മഹജ്യോതിസ്വധാംനാ ജ്വലയദ്ദിശോ ദശ പ്രതീക്ഷ്യ ഖേവസ്ഥിതമീശ നിർഗമം വിവേശ തസ്മിൻ മിഷതാം ദിവൗകസാം തതോദിഹൃഷ്ടാ സ്വകൃതോ ധൃതാർഹണം പുഷ്പൈ സുരാ അപ്സരസശ്ച നർത്തനൈഃ ഗീതൈ സുഗാ വാദ്യധരാശ്ച വാദ്യഗൈഃ സ്തവൈശ്ച വിപ്രാ ജയനിസ്വനൈർഗണാഃ തദൽബുധസ്തോത്ര സുവാദ്യ ഗീതികാ ജയാദിനൈകോത്സവ മംഗളസ്വനാൻ ശ്രുത്വാ സ്വദാംനോന്ത്യജ അഗഗോചിരാ ദൃഷ്ട്വാ മഹീശസ്യ ജഗാമ വിസ്മയം രാജന്നാജകരം ചർമ്മ ശുഷ്കം വൃന്ദാവനേൽഭുതം വ്രജൗകസാം ബഹുതിദം ബഭൂവാ ക്രീഡഗഹ്വരം
ഏതത് കൗമാരജം കർമ്മ ഹരേരാത്മാ ഹി മോക്ഷണം മൃത്യോഃ പൗഗണ്ഡകേ ബാല ദൃഷ്ടോചുർവിസ്മിതാ വ്രജേ നൈതദ്വിചിത്രം മനുജർഭമായിനഃ പരാവരാണാം പരമസ്യ വേദസഃ അഘോബിയൽ സ്പർശനധൗതപാദകഃ പ്രാപാത്മസാമ്യം ത്വസതാം സുദുർലഭം സകൃത്യദംഗപ്രതിമന്ദരാഹിത മനോമയീ ഭാഗവതീം ദദൗ ഗതിം സയേവ നിത്യാത്മസുഖാനുഭൂത്യഭിവ്യുതസ്തമായോന്തർഗതോ ഹി കിം പുനഃ സൂത ഉവാച ഇത്തം ദ്വിജാ യാദവദേവദത്തഃ ശ്രുത്വാ സ്വരാദുശ്ചരിതം വിചിത്രം പപ്രച്ഛ ഭൂയോപി തദേവ പുണ്യം വയ്യാസ കിം യന്നിഗൃഹീതചേതാഃ രാജോവാച ബ്രഹ്മൻ കാലാന്തരകൃതം തത്കാലീനം കഥം ഭവേത് യൽ കൗമാരേ ഹരികൃതം ജഗുഃ പൗഗണ്ഡഗർഭകാഃ യദ്ബ്രൂഹി മേ മഹായോഗിൻ പരം കൗതൂഹലം ഗുരോ നൂനമേതദ് ഹരേരേവ മായാ ഭവതി നാന്യഥാ വയം ധന്യതമാലോകേ ഗുരോപി ക്ഷത്രബന്ധവഃ യൽ പിബാമോ മുഹുസ്ത്വത്തഃ പുണ്യം കൃഷ്ണകഥാമൃതം സൂത ഉവാച ഇത്തം സ്മ പൃഷ്ടഃ സ തു ബാദരായണിഃ തൽസ്മാരിതാനന്ദഹൃതാഖിലേന്ദ്രിയഃ കൃച്ഛ്രാത് പുനർലബ്ധ ബഹിർദൃശി ശനൈഃ പ്രത്യാഹതം ഭാഗവതോത്തമോത്തമ. ഹരി ഓം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ദ്വാദശോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക്, ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. ഭഗവാന്റെ വൃന്ദാവന ലീലകളിൽ വനഭോജനം എന്നുള്ള ഭാഗം തുടങ്ങി വെച്ചു. പക്ഷേ വനഭോജനം വരാനിരിക്കുന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചതായിട്ടുള്ള അഘാസുരവധം, ആ കഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വനഭോജനത്തിന് ഒരുങ്ങി ഗൃഹങ്ങളിൽ നിന്ന് ഭാണ്ഡങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ആ ഭാണ്ഡങ്ങളെല്ലാം ആ ഭാണ്ഡീരക വൃക്ഷത്തിൻ്റെ ശാഖകളിൽ കെട്ടിത്തൂക്കിയിട്ട് അവരുടെ കളികൾ തുടർന്നതായിട്ടുള്ള സമയത്താണ് ഈ അഘാസുരനെ കാണുന്നത്. അഘാസുരനെ അസുരനായിട്ടല്ല അവർ കണ്ടത്, അവരൊരു പർവ്വത ഗുഹയായിട്ട് കണ്ടു. ആ ഗുഹയ്ക്കകത്തേക്ക് കുട്ടികൾ കയറിപ്പോകുന്ന രംഗം വളരെ മനോഹരമായിട്ട് രാവിലെ വർണ്ണിച്ചു. അപ്പോൾ പൂതനയുടെയും ബകാസുരൻ്റെയും അനുജനാണ്, കംസന്റെ അനുചരനാണ്. എല്ലാം കൊണ്ടും കൃഷ്ണനോടും ബലരാമനോടും ഗോപന്മാരോടുമെല്ലാം ശത്രുത ഉള്ളവനാണ്. പ്രതികാര ബുദ്ധിയോടുകൂടെ തൻ്റെ സഹോദരങ്ങളെ വധിച്ച കൃഷ്ണനെ വധിക്കാനായിക്കൊണ്ടുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ഒരു പെരുമ്പാമ്പിൻ്റെ രൂപത്തിൽ വന്ന് യമുനാ തീരത്ത് വായും വളർന്ന് വലിയൊരു പർവ്വതം പോലെ, ഗുഹ പോലെ വായും പൊളിച്ച് കിടന്നു. അദ്ദേഹത്തിൻ്റെ ശരീരം വലിയ പർവ്വതം പോലെ നീണ്ടു കിടപ്പുണ്ട്. അതിലേക്ക് പ്രവേശിക്കുന്ന ദ്വാരമായിട്ട് ആകാശം മുട്ടുന്ന അല്ലെങ്കിൽ മേഘം മുട്ടുന്ന മേൽചുണ്ടും ഭൂമിയോട് ചേർന്ന് കീഴ്ചുണ്ടും, ധരാധരോഷ്ടോ ജലദോത്തരോഷ്ടോ ദര്യാനനാന്തോ, ആ വായയ്ക്ക് അകംഭാഗം ഗുഹ പോലെ തോന്നുന്നതും, ഗിരിശൃംഗദംഷ്ട പർവ്വതത്തിൻ്റെ കൊടുമുടികൾ പോലെയുള്ള വലിയ കോമ്പല്ലുകൾ ദംഷ്ടകളോടും കൂടി, ദ്വാന്താന്തരാസ്യോ അകത്ത് ഇരുട്ട് നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വായ, വിതതാദ്വജിഹ്വ നല്ല വിസ്താരമേറിയ ഒരു വഴി പോലെ, മാർഗം പോലെ നീണ്ടു കിടക്കുന്നതായിട്ടുള്ള നാവ്, പരുഷാനിലശ്വാസദവേക്ഷണോഷ്ണ വളരെ കഠിനമായിട്ടുള്ള വായു
വായിൽ നിന്ന് ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കാട്ടുതീയിൽ നിന്ന് വരുന്ന ഉഷ്ണം പോലെ ആ കണ്ണുകളിൽ നിന്ന് ചൂട് പറക്കുന്നുണ്ട്, തീ പാറുന്ന കണ്ണുകൾ. അപ്പം അങ്ങനെയുള്ള വലിയ ശരീരത്തോടു കൂടിയതായിട്ടുള്ള ആ അഘാസുരൻ ഇവരുടെ വഴിയിൽ കാത്തു കിടക്കുകയാണ്. ഈ കുട്ടികൾ അത് കണ്ട് വൃന്ദാവനശ്രീ എന്ന് കരുതി അവർ കണ്ടതൊരു ഗുഹയായിട്ടാണ് കണ്ടത്. ആ ഗുഹയെ ഒരു അജകര തുണ്ടേന ഉൾപ്രേക്ഷന്തേ സ്മലീലയ, അവർ കളിയായിക്കൊണ്ട് ഒരു അജകരത്തിന്റെ പെരുമ്പാമ്പിന്റെ വായിനോട് ഉപമിക്കുകയാണ് ഈ ദൃശ്യത്തെ. കൂട്ടുകാരെ, നിങ്ങൾ പറയും, ഇത് നോക്കിൻ, നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ഈ ഒരു സത്വകൂടം അത് നമ്മളെ ഗ്രസിക്കാൻ വേണ്ടി വായ തുറന്നു കിടക്കുന്ന ഒരു വ്യാളത്തിന്റെ തുണ്ടം പോലെ ഇല്ലേ, മുഖം പോലെ ഇല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾക്കും തോന്നുന്നത് എന്ന് ചോദിച്ചോ. സത്യം അങ്ങനെ തന്നെയാണ്. സൂര്യകിരണങ്ങളേറ്റ് ചുവന്നിരിക്കുന്ന അതിന്റെ ഉത്തരാഹനു പോലെയുണ്ട് മുകൾ ഭാഗത്തുള്ള ഘനം മേഘങ്ങൾ. താഴെ അധരാഹനു പോലെയുണ്ട് മണൽത്തിട്ട പോലെയുള്ളതായിട്ടുള്ള ആ ഭാഗം. അതും ചുവന്നിട്ടുണ്ട്. അത് ഇതിന്റെ റിഫ്ലക്ഷൻ കൊണ്ട് മുകളിലുള്ള സൂര്യകിരണങ്ങളുടെ പ്രതിഫലനം താഴേക്കും പതിച്ചിട്ട് കീഴ്ത്താടി ചുവന്നിരിക്കുന്നത് പോലെയുണ്ട് ഈ അടിഭാഗവും. മാത്രമല്ല, രണ്ട് കോറുവായകൾ പോലെയുണ്ട് അതിൻ്റെ ഈ ഗുഹകളുടെ രണ്ട് വശങ്ങള്. അതുപോലെ വലിയ കൊടുമുടികൾ പോലെയുണ്ട് അതിൻ്റെ ദംഷ്ട്രകൾ കാണുവിൻ. അതുപോലെ ആ രസന നീട്ടിക്കിടക്കുന്നത് നോക്കൂ. വലിയ വിസ്താരമേറിയതും നീണ്ടതുമായിട്ടുള്ള ആ ഒരു പ്രവേശന ദ്വാരം പോലെ, ഒരു കവാടം പോലെ, അല്ലെങ്കിൽ ഒരു മാർഗം പോലെ തോന്നുന്നു. ഇതിന്റെ ഉള്ളിലുള്ളതായിട്ടുള്ള ഇരുട്ട്, ഈ ഗുഹയുടെ അകത്തെ ഇരുട്ട് ഒരു പാമ്പിന്റെ വായിലെ ഇരുട്ട് പോലെ തന്നെയുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതായിട്ടുള്ള ഉഷ്ണവായു അത് ഒരു പാമ്പിന്റെ വായിൽ നിന്ന് വരുന്ന ശ്വാസം പോലെ പ്രകാശിക്കുന്നു, ശോഭിക്കുന്നു, അല്ലെങ്കിൽ അതുപോലെ തോന്നുന്നു. അതിന്റെ വായിൽ ആ ഗുഹയിൽ നിന്ന് വരുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ആ കാട്ടുതീ കൊണ്ട് ദഹിച്ചതായിട്ടുള്ള ജന്തുക്കളുടെ ദുർഗന്ധം ഒരു പാമ്പിന്റെ വായിൽ നിന്ന് വരുന്ന ദുർഗന്ധം പോലെ, മാംസഗന്ധം പോലെയുണ്ട്. ഇനിയിപ്പോ ഇത് നമ്മളെ തിന്നാനും വരുമോ? വന്ന ഭഗന്റെ ഗതി തന്നെ അവനും ഉണ്ടാവും. ഭഗവത് വിനങ്ഷ്യതി. ആരാൽ? ഈ കൃഷ്ണനാൽ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണന്റെ ബകാരിയായ കൃഷ്ണന്റെ ശ്രേഷ്ഠമായ സുന്ദരമായ മുഖത്തെ നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട്, പൊട്ടിച്ചിരിച്ചുകൊണ്ട്, കൈകൊട്ടിക്കൊണ്ട് കൂട്ടുകാരെല്ലാരും കൂടി അല്ലെങ്കിൽ ഗോപന്മാരെല്ലാരും കൂടി ആ പാമ്പിന്റെ വായിക്കകത്തേക്ക്, ഗുഹ പോലെയുള്ള വായിക്കകത്തേക്ക് പ്രവേശിച്ചു. വാസ്തവത്തില് പാമ്പിന്റെ വായി തന്നെയാണ്, എങ്കിലും അവര് തിരിച്ചാണ് അതിനെ ധരിച്ചിരുന്നത്. അങ്ങനെയുള്ള മൃഷായതേ, സത്യം മൃഷ പോലെ തോന്നുന്നു അവർക്ക്. അങ്ങനെയുള്ള ഇത് ഒരു രാക്ഷസനാണ് എന്ന് ഭഗവാൻ അറിഞ്ഞു. അഖിലഭൂതഹൃത്സ്ഥിത, സർവചരാചരങ്ങളുടെയും ഹൃദയത്തിലിരിക്കുന്ന ഭഗവാന് ഇതൊരു രക്ഷസാണ് എന്നറിഞ്ഞ് തന്റെ ആളുകളെ നിരോധിക്കാൻ, തടയാനായിക്കൊണ്ട് അദ്ദേഹം മനസ്സിനെ നിശ്ചയിക്കുമ്പോഴേക്കും അവരതാ താവത് പ്രവിഷ്ടാഹാതു അസുരോദരാന്തരം, അസുരന്റെ ഉദരാന്തരത്തിലേക്ക് തന്നെ അവർ ഓടിക്കേറിക്കഴിഞ്ഞു. എന്നാൽ ആ വത്സങ്ങളെയും ശിശുക്കളെയും ഇവൻ നഗീർണ, വിഴുങ്ങപ്പെട്ടില്ല. എന്തുകൊണ്ടാ? ബകാരിവേശനം പ്രതീക്ഷമാണേന രക്ഷസ. ബകാരിയായ കൃഷ്ണൻ പ്രവേശിക്കുന്നതും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാക്ഷസനാൽ ഈ കുട്ടികൾ വിഴുങ്ങപ്പെട്ടില്ല. കാരണം കുട്ടികളല്ല ഇവന്റെ മുഖ്യ ഉദ്ദേശ്യം, മെയിൻ ടാർഗറ്റ് അല്ലെ, അവന്റെ മുഖ്യ അജണ്ട കൃഷ്ണനെ വധിക്കലാണ്. കൂട്ടത്തിലെ കുട്ടികളും ആവട്ടെ. അപ്പോ തന്റെ സഹോദരന്മാരെ വധിച്ച ഈ ശത്രുവായ കൃഷ്ണനെ ചിന്തിച്ചുകൊണ്ട് ഹതസ്വകാന്തസ്മരണേന, തന്റെ ബന്ധുക്കളെ സ്മരിച്ചുകൊണ്ട് അവർക്കുള്ള എന്താ പറയുക, തർപ്പണം ചെയ്യാനായിക്കൊണ്ട് നർത്തം. അപ്പോൾ എന്തായാലും ഭഗവാൻ ആലോചിച്ചു, വേറൊരു നാഥനില്ലാത്തവരും തന്റെ കൈവിട്ട് ഇപ്പൊ അവരുടെ വായിലേക്ക് പ്രവേശിച്ചവരും ദീനന്മാരുമായിരിക്കുന്ന മൃത്യുവിന്റെ ജഠരാഗ്നിക്ക് ഉരുളകളായി ഭക്ഷണമായി തീർന്നിരിക്കുന്ന അവരുടെ നേരെ ഗൃണാർദ്ദിത, വളരെ കരുണ കൊണ്ട് പീഡിതനായിട്ടുള്ള ഭഗവാൻ ദിഷ്ടകൃതേന വിസ്മിത, ഇതെല്ലാം എന്തൊരു വിധിയാണ് എന്നിങ്ങനെ വിസ്മയിക്കും പോലെ ഭാവിച്ചുകൊണ്ട് എന്താ ഇപ്പൊ ഞാൻ ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചു.
രണ്ട് കാര്യങ്ങൾ നടക്കണം. ഒന്ന്, ഇവൻ ജീവിച്ചിരിക്കാൻ പാടില്ല ഈ ദുഷ്ടൻ. മറ്റൊന്ന്, എൻ്റെ കൂട്ടുകാരായിട്ടുള്ള ഇവര് സജ്ജനങ്ങളാണ്, അവർക്ക് ഹിംസ ഉണ്ടാവാൻ പാടില്ല. ദ്വയം കഥം സ്യാത്, ഇത് രണ്ടും കൂടി എങ്ങനെ സാധിക്കും എന്ന് വിചിന്യ തജ്ഞാത്വ, അതിൻ്റെ ഉത്തരം കിട്ടിയിട്ട് ആവിശത്തുണ്ടം അശേഷദൃഗ്ഹരി, എല്ലാം അറിയുന്ന സർവജ്ഞനായ ഭഗവാൻ പദ്ധതിയോടുകൂടെ തന്നെ അവന്റെ വായിലേക്ക് പ്രവേശിച്ചു. കൃഷ്ണൻ ഈ പാമ്പിന്റെ വായിലേക്ക് പ്രവേശിച്ചതും ദേവന്മാരെ മേഘത്തിന്റെ മറവിൽ നിന്ന് നോക്കുന്നുണ്ട്. അവര് ഹാ ഹാ ഇത് ചുക്രുഷു. എന്നാൽ അസുരന്മാർക്കൊക്കെ അത് വളരെ സന്തോഷമായി. കൗണവാഹ അഗബാന്ധവാഹ കംസാദ്യാഹ ജഗൃഷു, അവർക്കെല്ലാം ഹർഷമുണ്ടായി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ദേവന്മാരുടെ ഇങ്ങനെയുള്ള ആക്രോശമെല്ലാം കേട്ട് കൃഷ്ണൻ അവ്യയനാണ്, നാശരഹിതനായിട്ടുള്ള ഭഗവാൻ ആ അർബന്മാരെയും വത്സകനെയും തന്നെയും ചൂർണീചികീർഷോഹോ, ചതച്ചരയ്ക്കാൻ അല്ലെങ്കിൽ പൊടിക്കാൻ ഉദ്ദേശിച്ചു കൊണ്ടിരിക്കുന്നവനായ ആ അജഗരത്തിന്റെ അല്ലെങ്കിൽ ആ ഗാസുരന്റെ വായിൽ പ്രവേശിച്ച് അവന്റെ തൊണ്ടയില് ഗളേ തരസാവൃതേ, ആ തൊണ്ടയിൽ നിന്നുകൊണ്ട് ഭഗവാൻ പെട്ടെന്ന് വൃദ്ധിയെ പ്രാപിച്ചു, തന്റെ ശരീരത്തെ വലുതാക്കി. അങ്ങടുമില്ല എന്നുള്ള മാതിരി അവനിട്ട് തുപ്പാനും പറ്റില്ല. വായിലാണെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും തുപ്പാം. നമ്മുടെ ബഗാസുരൻ തുപ്പിയതുപോലെ ചചർദ എന്ന് പറഞ്ഞ പോലെ പ്രഷർ ചെലുത്തി എങ്ങനെയെങ്കിലും പുറത്തേക്ക് തള്ളാം. തൊണ്ടയുടെ ഉള്ളിലേക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ വിഴുങ്ങാം, ദഹിപ്പിക്കാം. ഇത് രണ്ടും സാധിക്കാത്ത രീതിയിൽ ഭഗവാൻ അവന്റെ തൊണ്ടക്കുഴിയിൽ തന്നെ കുരുങ്ങി നിന്നു. ആ ഭഗവാൻ വർദ്ധിച്ചു വരികയാണ്. തതോതികായസ്യ നിരുദ്ധമാർഗിണോ ഹ്യുദ്ഗീർണദൃഷ്ടേർഭ്രമദസ്ഥിതസ്തദഃ പൂർണോന്തരംഗേ പവനോ നിരുദ്ധോ മൂർധൻ വിനിഷ്പാട്യ വിനിർഗതോ ബഹിഃ. തതോതികായസ്യ നിരുദ്ധമാർഗിണോ ഹ്യുദ്ഗീർണദൃഷ്ടേഃ ഭ്രമദസ്ഥിതസ്തദഃ പൂർണോന്തരംഗേ പവനോ നിരുദ്ധോ മൂർധൻ വിനിഷ്പാട്യ വിനിർഗതോ ബഹിഃ. തതഃ നിരുദ്ധമാർഗിണഃ അതികായസ്യ ഉദ്ഗീർണദൃഷ്ടേഃ ഇതസ്തതഃ ഭ്രമതഃ നിരുദ്ധം പവനഃ നിരുദ്ധഃ പവനഃ അന്തരംഗേ പൂർണ്ണഃ മൂർധൻ വിനിഷ്പാട്യ ബഹിഃ വിനിർഗതഃ. ഇവിടെ ഇവന്റെ പവനൻ, ഇവന്റെ ഉള്ളിലുള്ള വായു, പ്രാണവായു മൂർധൻ വിനിഷ്പാട്യ, മൂർധാവിനെ വിനിഷ്പാടനം ചെയ്ത് പിളർന്ന്, ബ്രഹ്മരന്ധ്രം പിളർന്ന്, ബഹിഃ വിനിർഗതഃ, പുറത്തേക്ക് വിനിർഗമിച്ചു. അവന്റെ പ്രാണനാണ് മൂർധാവിലൂടെ പുറത്തേക്ക് വന്നത്. അപ്പോ എന്തൊക്കെ ചെയ്യുന്നവനായിട്ടുള്ള അവന്റെ പ്രാണൻ മൂർധാവിലൂടെ പുറത്തേക്ക് വന്നു എന്ന് പറയണ. നിരുദ്ധമാർഗിണഃ, അവന്റെ ശ്വാസമാർഗം നിരുദ്ധം. എന്താ പറയുക, എല്ലാ വഴിക്കും മൂക്കിലൂടെ വരേണ്ടതും വായിലൂടെ വരേണ്ടതിൻ്റെയും ഒക്കെ ജംഗ്ഷനിലാണ് പോയി പിടിച്ചിരിക്കുന്നത്, അല്ലേ? നമുക്കിപ്പോൾ വായ അടച്ചു പിടിച്ച് മൂക്കിലൂടെ ശ്വാസം വിടാം, മൂക്കടച്ചു പിടിച്ച് വായിലൂടെ ശ്വാസം വിടാം. ഇത് രണ്ടും സാധിക്കാത്ത മാതിരി രണ്ടിൻ്റെയും ജംഗ്ഷൻ തൊണ്ടക്കുഴിയില് താലുമൂലം അവിടെ ചെന്ന് തടഞ്ഞാണ് നിന്നത്. അപ്പൊ രണ്ടു വഴിക്കും ശ്വാസം പുകാൻ വഴിയില്ല. ഉള്ളിലുള്ള ശ്വാസം കുംഭകമായിട്ട് രൂപപ്പെടുകയാണ്. ഉള്ളിലുള്ള പ്രാണൻ വലുതായി വലുതായി വികസിച്ചു വരികയാണ്. പുറത്തേക്ക് പോകാൻ ഒരു വഴിയും ഇല്ല. അങ്ങനെ നിരുദ്ധമാർഗിണഃ അതികായസ്യ, അല്ലെങ്കിൽ തന്നെ അവന്റെ ദേഹം വലുതാണ്, അതികായനാണ്, വലിയ ശരീരത്തോടു കൂടിയവനാണ്. ഇപ്പൊ ഈ പ്രാണൻ കൂടി ഉള്ളിൽ കാറ്റ് വീർപ്പിച്ചതുപോലെ ആയതോടുകൂടി ഒന്നുകൂടി വലുതാവാൻ തുടങ്ങി. അങ്ങനെ വലുതായ ദേഹത്തോടു കൂടിയവനും ഉദ്ഗീർണ ദൃഷ്ടേഹ, ശ്വാസം മുട്ട അനുഭവപ്പെട്ട എന്താ ഉണ്ടാവുക? ആദ്യം കണ്ണ് തുറിക്കും പുറത്തേക്ക്. അപ്പൊ ഇവന്റെ കണ്ണുകൾ രണ്ടും പുറത്തേക്കായി, ഉദ്ഗീർണമായി, ദൃഷ്ടികളെല്ലാം രണ്ടും പുറത്തേക്ക് തള്ളി എന്നർത്ഥം. അങ്ങനെ ഉദ്ഗീർണ ദൃഷ്ടേഹേ, അങ്ങനെ ഇതസ്തതഃ ഭ്രമതഃ, അവൻ ഇതസ്തതഃ പ്രാണവേദന കൊണ്ട് ചക്രശ്വാസം വലിക്കുകയാണ്, അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? പെടയും കിടന്നിട്ട് ഇതഹ തതഹ ഭ്രമതഃ, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പെടയുന്നവനായിട്ട്. പാമ്പുകൾ എങ്ങനെയാണോ എവിടെയെങ്കിലും കഴുത്തിലൊക്കെ പിടിച്ചാൽ അതിന്റെ ദേഹം കിടന്നിങ്ങനെ ഞെളിഞ്ഞ് പിരിഞ്ഞ് ആ പിടിച്ച ആളുടെ കയ്യിനെയൊക്കെ ചുറ്റി വരികയൊക്കെ ചെയ്യും. അപ്പൊ അതുപോലെ എന്തൊക്കെയോ കാട്ടുന്നുണ്ട്, ഭ്രമിക്കുകയാണ് കിടന്നിട്ട്. ഇതസ്തതഃ ഭ്രമതഃ
നിരുദ്ധ പവനഃ, അവന്റെ പവനൻ നിരുദ്ധമായി, അവന്റെ ശ്വാസവായു നിരോധിക്കപ്പെട്ടു എന്നർത്ഥം. അങ്ങനെയുള്ള ആ പവന അന്തരംഗേ പൂർണ്ണ, അന്തരംഗെ അംഗത്തിന്റെ അന്തർഭാഗത്ത്, ശരീരാന്തർഭാഗത്ത് പൂർണ്ണ പൂരിപ്പിക്കപ്പെട്ടു, നിറയപ്പെട്ടു. കാറ്റ് വീർപ്പിച്ച അല്ലെ, ഊതി വീർപ്പിച്ച ബലൂണ് പോലെയായി അവന്റെ ഉൾഭാഗം നിർത്തും. ഉള്ളിലുള്ള വായുവിന് പുറത്തേക്ക് കിടക്കാൻ ഒരു വഴിയില്ലാതെ ശരീരം അങ്ങനെ ഒരു കുംഭം പോലെയായി തീർന്നു എന്നർത്ഥം. അങ്ങനെ അന്തരംഗേ പൂർണ്ണ, ഉള്ളിൽ ശ്വാസം നിറഞ്ഞ്, അത് നിറഞ്ഞു കഴിഞ്ഞാൽ എന്താവും, ഏത് സാധനവും ഉൾക്കൊള്ളാൻ പറ്റുന്നതിൽ കൂടുതലായി കഴിഞ്ഞാൽ ബേഴ്സ്റ്റ് ആവും അല്ലെ. ബലൂണിലൊക്കെ നമ്മൾ കാറ്റ് നിറയ്ക്കുമ്പോൾ കുട്ടികൾ ഊതി ഊതി വലുതാക്കാൻ ശ്രമിക്കുമ്പോൾ അവസാനം അതിന് താങ്ങാൻ പറ്റാതാവുമ്പോൾ അതിന്റെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടാവും, അത് ഒന്ന് പൊട്ടും. അതുപോലെ നമ്മുടെ സൈക്കിളിന്റെയോ അല്ലെങ്കിൽ വാഹനങ്ങളുടെയൊക്കെ ടയറുകളിലും അധികം കാറ്റടിച്ചാൽ അത് ബസ്റ്റ് ആവും. അപ്പൊ അതുപോലെ ഇവിടതാ ഇവന്റെ ഉള്ളിൽ കാറ്റ് നിറഞ്ഞു. കാറ്റ് നിറഞ്ഞപ്പോൾ അതിന് പോകാൻ വഴിയില്ലാതായി, അത് പൊട്ടിത്തെറിക്കണം. എവിടെയാ പൊട്ടിത്തെറിക്കണത്? മൂർധൻ വിനിഷ്പാട്യ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും മർമ്മമായിട്ടുള്ള സ്ഥലമാണ് ഈ മൂർധാവ്, ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്നത്. അപ്പൊ ആ ബ്രഹ്മരന്ധ്രം പിളർന്ന്, എന്തൊരു ഭാഗ്യം അല്ലേ. യോഗികളൊക്കെ പാടുപെടുന്നു, അവരുടെ പ്രാണൻ വായിലൂടെയും കണ്ണിലൂടെയും ഒക്കെ പോകാതിരിക്കാനും അതിനെയൊക്കെ യോഗശക്തി കൊണ്ട്, അഭ്യാസം കൊണ്ട് ബന്ധിച്ച് മൂർധാവിലൂടെ പ്രാണനെ ഊർധ്വഗതിയാക്കി വിടാനായിക്കൊണ്ടൊക്കെ പാടുപെടുന്നു ഓരോരുത്തർ. ഇവിടെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭഗവാനെ ഉള്ളിലാക്കി അവനെ, എന്തൊരു ഭാഗ്യമാണ്. ആർക്കാ അങ്ങനെ സാധിക്കുക? യോഗികളൊക്കെ ഭഗവാനെ ഉള്ളിലാക്കുന്നത് ഭഗവാന്റെ സൂക്ഷ്മരൂപത്തെ ധ്യാനിച്ചുകൊണ്ടാണ്. ധ്യാനരൂപമാണ് അവരുള്ളിലാക്കുന്നത്, ഹൃദയത്തിൽ ചേർക്കുന്നത്. ഇവിടെ ഭഗവാനെ ഫിസിക്കലി ആ സച്ചിദാനന്ദ കട്ടയായ ഭഗവാൻ ഉള്ളിലാണ് കൊടുക്കാൻ. ഒരു യോഗികൾക്ക് കിട്ടുന്ന ഗതി പോലെ മൂർധാവിലൂടെ പ്രാണൻ പോവുകയാണ്. അതാണ് മൂർധൻ വിനിഷ്പാട്യ വിനിർഗതോ ബഹിഹി. അവന്റെ പ്രാണൻ പവനൻ ബഹിഹി വിനിർഗത, പുറത്തേക്ക് വിനിർഗമിച്ചു. പോകാൻ വഴിയില്ലാത്തതുകൊണ്ട് ഒറ്റ ഭാഗം ഇത്തിരി വീക്കായിട്ടുള്ളതുള്ളൂ, ആ വഴിക്ക് അങ്ങോട്ട് പോയി എന്നർത്ഥം. അങ്ങനെ അവന് മുക്തിയായി. അഘാസുരൻ രക്ഷപ്പെട്ടു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. ആ സമയത്ത് തേനൈവ സർവേഷു ബഹിർഗതേഷു പ്രാണേഷു വത്സാൻ സുഹൃദഃ പരേതാൻ ദൃഷ്ട്യാ സ്വയോത്ഥാപ്യ തദന്വിതഃ പുനർവക്ത്രാത് മുകുന്ദോ ഭഗവാൻ വിനിര്യയൗ. തേനൈവ സർവേഷു ബഹിർഗതേഷു പ്രാണേഷു വത്സാൻ സുഹൃദഃ പരേതാൻ ദൃഷ്ട്യാ സ്വയോത്ഥാപ്യ തദന്വിതഃ പുനഃ വക്ത്രാൻ മുകുന്ദോ ഭഗവാൻ വിനിര്യയൗ. അപ്പൊ തേനയേവ, അതേ വഴിക്ക് തന്നെ അർത്ഥം. അതേ മൂർധാവ് പിളർന്ന മാർഗത്തിലൂടെ സർവേഷു പ്രാണേഷു ബഹിർഗതേഷു, ബാക്കി ശരീരത്തില് എവിടെയൊക്കെ എന്തെല്ലാം തരത്തിലുള്ള ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന പ്രാണങ്ങളുണ്ടോ, 5 മുഖ്യപ്രാണങ്ങളും 5 ഉപപ്രാണന്മാരുമാണ് അല്ലേ. അപ്പൊ ആ പ്രാണങ്ങളെല്ലാം തന്നെ കാറ്റ് പുറത്തേക്ക് പോയ ബലൂണ് പോലെ എല്ലാം ഒന്നിച്ചങ്ങോട്ട് തള്ളിപ്പോയി എന്നർത്ഥം. അതാണ് സർവേഷു പ്രാണേഷു ബഹിർഗതേഷു. അവന്റെ ശരീരത്തിലുള്ള സകല പ്രാണങ്ങളും ഒന്നിച്ചങ്ങോട്ട് പോയി മുകളിലേക്ക്, എല്ലാ ഇന്ദ്രിയ ശക്തികളും മുകളിലേക്ക് പോയി. അങ്ങനെ അവൻ എന്താ പറയുക, കാറ്റുപോയ ബലൂണ് പോലെ, പഞ്ചറായ ടയർ പോലെ ആയി തീർന്നു അവന്റെ ശരീരം. അങ്ങനെ സർവേഷു പ്രാണേഷു ബഹിർഗതേഷു എന്തായി, പരേതാൻ സുഹൃദഃ വത്സാൻ സ്വയാ ദൃഷ്ട്യാ ഉത്ഥാപ്യ. ഭഗവാൻ പുനഃ ഭഗവാൻ മുകുന്ദഃ തദന്വിതഃ വക്ത്രാത് വിനിര്യയൗ. അപ്പൊ തന്റെ സുഹൃത്തുക്കള്, കൂട്ടുകാരായ ഗോപന്മാരും വത്സന്മാരും പശുക്കുട്ടികളും എല്ലാം തന്നെ പരേതാൻ, അവരൊക്കെ പരേതഭാവത്തെ പ്രാപിച്ചിരുന്നു, പരലോകം പ്രാപിച്ചതുപോലെയായിരുന്നു. എന്തായാലും മോഹാത്സ്യമെങ്കിലും പ്രാപിച്ചിരുന്നു. ഈ പാമ്പിന്റെ വായിൽപ്പെട്ട് ശ്വാസം മുട്ടിയിട്ടൊക്കെ അതിന്റെ ഉള്ളിലുള്ള ദുർഗന്ധമൊക്കെ ശ്വസിച്ചും എല്ലാം കൊണ്ടും അവര് പരേതരായിരുന്നു എന്നാണ് ഇവിടെ. പരേതാൻ സുഹൃദഃ, പരേതരായ സുഹൃത്തുക്കളെയും വത്സങ്ങളെയും സ്വയാദൃഷ്ട്യാ ഭഗവാൻ ഉത്താപ്യ, തന്റെ തന്നെ കരുണാവർഷം, അമൃതവർഷം പൊഴിയുന്ന ആ കണ്ണുകളെ കൊണ്ട് നോക്കി കടാക്ഷിച്ച് അവരെല്ലാം എഴുന്നേൽപ്പിച്ചു. ഉത്താപ്യ, അവരൊന്നും
എന്താ പറയുക, ഉറക്കമുണരുന്നത് പോലെ മോഹാത്സ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ മൃതാവസ്ഥയിൽ നിന്ന് അവർ ഉണർന്നു എന്നർത്ഥം. ഉത്താപ്യ പുനഃ മുകുന്ദ, പിന്നീട് ഭഗവാൻ മുകുന്ദ എന്നാണല്ലോ പേര് പറഞ്ഞിരിക്കുന്നത്. ആർക്കൊക്കെ മോക്ഷം കൊടുത്തു? അഗാസുരനും മോക്ഷം കൊടുത്തു. ഈ കുട്ടികളെ അഗാസുരന്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചു. അങ്ങനെ രണ്ടർത്ഥത്തിലും എന്താ പറയുക, അന്വർത്ഥമായ പേരാണ് ഇവിടെ ഭഗവാന് മുകുന്ദൻ എന്ന്. അപ്പൊ മുകുന്ദൻ അഗാസുരന് മോക്ഷം കൊടുത്തവൻ, മുക്തി കൊടുത്തവൻ, തന്റെ കൂട്ടുകാർക്കും പശുക്കുട്ടികൾക്കും പ്രാണനെ രക്ഷിച്ച് അവരെ ഈ അഗാസുരന്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചവൻ, മൃത്യുവിന്റെ കരങ്ങളിൽ നിന്ന് മോചിപ്പിച്ചവൻ, അവരുടെ ദുഃഖങ്ങളിൽ നിന്ന് മോചിപ്പിച്ചവനായിട്ടുള്ള ആ മുകുന്ദൻ തദന്വിത. തദന്വിത എന്ന് പറഞ്ഞാൽ അവരാൽ ചേർന്നുകൊണ്ട്. ആരൊക്കെ ഉണ്ടായിരുന്നു അവിടെ? പശുക്കുട്ടികളും ഗോപബാലന്മാരോടും കൂടെ ഒന്നിച്ച് വക്ത്രാത് വിനിർയയൗ. ഭഗവാൻ ഷട്ടർ തുറക്കും പോലെ അതിന്റെ വായിനെ തുറന്നിട്ടുണ്ടാവും. അടഞ്ഞു കിടന്ന വായിനെ ഭഗവാൻ തുറന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രാണൻ പോകുമ്പോൾ എല്ലാം കൂടി വായൊക്കെ പൊളിച്ചിട്ടൊക്കെ ഉണ്ടാവും. എന്തായാലും ആ തുറന്ന വായിലൂടെ ഭഗവാൻ പുറത്തേക്ക് വന്നു എന്നാണ്. വക്ത്രാത് വിനിർയയൗ എന്നാണ് പറഞ്ഞത്. അല്ലാതെ മറ്റേ മൂർധാവിലൂടെ വന്നു എന്ന് പറഞ്ഞില്ല. വക്ത്രാത് വിനിർയയൗ, വായിൽ കൂടെ തന്നെ പുറത്തേക്ക് വന്നു. അപ്പൊ പോയ വഴിക്ക് തന്നെ ഭഗവാൻ കൂട്ടുകാരെയും കൊണ്ട് തിരിച്ചിറങ്ങി എന്നർത്ഥം. അപ്പൊ എന്തായാലും ഇവൻ പരിപൂർണമായിട്ടും അവന്റെ പ്രാണനെല്ലാം നശിച്ചു. ഈ സമയത്ത് ഒരു അത്ഭുതം അവിടെ നടന്നതിനെ കുറിച്ച് പറയുന്നു. പീനാഹി ഭോഗോത്ഥിതമത്ഭുതം മഹത് ജ്യോതിസ്വധാംനാ ജ്വലയദ്ദിശോ ദശ പ്രതീക്ഷ്യഖേവ സ്ഥിതമീശ നിർഗമം വിവേശ തസ്മിൻ മിഷതാം ദിവൗഗസാം. പീനാഹി ഭോഗോത്ഥിതമത്ഭുതം മഹജ്യോതി സ്വധാംനാ ജ്വലയദ്ദിശോ ദശ പ്രതീക്ഷ്യഖേവ സ്ഥിതമീശ നിർഗമം വിവേശ തസ്മിൻ മിഷതാം ദിവൗഗസാം. അപ്പോ പീന അഹിഭോഗ ഉത്ഥിതം അത്ഭുതം മഹജ്യോതി. പീന അഹിഭോഗ ഉത്ഥിതം. പീനം എന്ന് പറഞ്ഞാൽ വലിയതായിട്ട് തടിച്ചത്. അഹി പാമ്പ്, പെരുമ്പാമ്പ്, അതിന്റെ ഭോഗം ശരീരം. ഭോഗം, പാമ്പുകളുടെ ശരീരത്തിനെ ഭോഗം എന്ന് പറയും. അതുകൊണ്ട് പാമ്പുകൾക്ക് ഭോഗി എന്നും പറയും. ഭോഗമുള്ളവൻ, വലിയ നീണ്ട ശരീരമുള്ളവൻ ഭോഗി. അപ്പോ ആ ഭോഗത്തിൽ നിന്ന് ഉത്തിതം, ആ പെരുമ്പാമ്പിന്റെ വലിയ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതായിട്ടുള്ള അത്ഭുതം മഹജ്യോതി, അത്ഭുതകരമായിട്ടുള്ള ഒരു മഹജ്യോതി. ആ ജ്യോതി അതിനെക്കുറിച്ച് വിശേഷിപ്പിക്കണം. സ്വദാംന ദിശോ ദശ ജ്വലയത്. സ്വദാംന, സ്വന്തം പ്രകാശം കൊണ്ട്, ദശഃ ദിശഃ ജ്വലയത്, 10 ദിക്കുകളെയും പ്രകാശിപ്പിക്കുന്നത്. അപ്പൊ ഒരു സൂര്യ തേജസ് പോലെ, ചെറിയൊരു മിന്നാമിനുങ്ങ് പോലെ അല്ല. അവന്റെ ശരീരത്തിൽ നിന്ന് വന്നതായിട്ടുള്ള ജ്യോതിസ്, അവന്റെ ആത്മ തേജസ്, അവനിലെ ജീവചൈതന്യം. ആ ജീവചൈതന്യം അത് എല്ലാവരും കണ്ടോട്ടെ എന്നുള്ള ഭഗവാന്റെ ഇച്ഛ കൊണ്ട്, ഭഗവാന്റെ ഇച്ഛയാണ്, മായാനാഥനായിട്ടുള്ള ഭഗവാന്റെ ഇച്ഛ കൊണ്ട് ആർക്കും കാണാൻ പറ്റാത്ത ജീവൻ അല്ലെ? ഏതെങ്കിലും ശരീരങ്ങളിൽ നിന്ന് ജീവൻ പോകുന്നത് ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? പക്ഷെ ഇവിടെ ഭഗവാൻ സങ്കല്പിച്ചു ഇതൊന്ന് കാണിച്ചു കൊടുക്കണം എല്ലാവർക്കും, താൻ ആരെന്നുള്ള സൂചനകൾ കൊടുക്കാൻ വേണ്ടി. ഈ കഥയിലൂടെ ഇത് കേൾക്കുന്നതായിട്ടുള്ള എല്ലാവർക്കും പിന്നീട് ഭക്തി ഉണ്ടാകാൻ വേണ്ടി, എല്ലാവരും ഈ കഥ എന്നെന്നും സ്മരിക്കാൻ വേണ്ടി. അങ്ങനെ ഭഗവാന്റെ ലീലകളൊക്കെ അത്ഭുതം നിറയ്ക്കുന്നതാണ്. അത്ഭുതം ഉണ്ടെങ്കിലേ ഓർമ്മ വയ്ക്കുള്ളൂ. സാധാരണ ലീലകളാണ് ഭഗവാൻ ചെയ്തതെങ്കിൽ, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് ഭഗവാനും ചെയ്യുന്നതെങ്കിൽ പിന്നെ അതിൽ വലിയ താല്പര്യമൊന്നും ആർക്കും ഉണ്ടാവില്ല. ഇതിത്രയല്ലേ ഉള്ളൂ, ഇതിപ്പോ ഞാനും ചെയ്യും എന്ന് അതിനെ എന്താ പറയുക, മറന്നു തള്ളും, എഴുതിത്തള്ളും. ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കും. അപ്പൊ ശ്രീകൃഷ്ണാവതാരത്തിലെ ലീലകളൊന്നും അങ്ങനെ നിസ്സാരവൽക്കരിക്കാൻ വേണ്ടിയിട്ടല്ല ഭഗവാൻ ചെയ്തത്. എല്ലാവരും എല്ലാ കാലത്തും അത്ഭുതത്തോടെ ഓർക്കാൻ, എന്നും ചർച്ചാ വിഷയമാകാൻ, ആർക്കും സാധിക്കാത്ത അലൗകികമായിട്ടുള്ള ലീലകളെ കൊണ്ടാണ് ഭഗവാൻ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി ആ ലീലകളിൽ രമിപ്പിക്കുന്നത്. ഇതെത്ര പറഞ്ഞാലും നമുക്ക് തൃപ്തിയാവുകയുമില്ല, എത്ര കേട്ടാലും മതിയാവില്ല.
ഏത് അവിശ്വാസിയായിട്ടുള്ള ഒരാളും കേട്ട് കഴിയുമ്പോൾ വായ പൊടിക്കും, അത്ഭുതപ്പെടും. അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും ചിന്തിക്കും. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്നൊക്കെ വിചാരിച്ച് പിന്നെ അവൻ ഉറക്കമുണ്ടാവില്ല. പിന്നെ അവൻ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്നെങ്കിലും അവന് ഉത്തരം കിട്ടും. ഭഗവാൻ വിചാരിച്ചാൽ സാധിക്കാത്തത് എന്താണ്? മായാനാഥനായിട്ടുള്ള ഭഗവാൻ ഈ പ്രപഞ്ചത്തെ ഇത്രയും മനോഹരമായിട്ട് സൃഷ്ടിച്ച് പരിപാലിക്കാമെങ്കിൽ ഈ നിസ്സാര കാര്യങ്ങളൊക്കെ എന്ത് എന്ന് ഭഗവാന്റെ മഹിമയെ അറിയുമ്പോൾ ഭഗവാൻ ചെയ്ത ഈ അത്ഭുത ലീലകളൊക്കെ ആ ഭഗവാന്റെ മഹിമയുടെ മുമ്പിൽ നിസ്സാരമായിട്ട് വിശ്വസിക്കാനാവും. ഇപ്പൊ ഭഗവാന്റെ മഹിമ അറിയുന്നവർക്കൊന്നും ഇത് അവിശ്വാസമേ ഇല്ല. ഈ കഥകളൊന്നും അവിശ്വാസമില്ല. കാരണം ഭഗവാൻ ആരാന്ന് നല്ലോണം അറിയാം. ഭൂതമഹേശ്വരനാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംഹരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അത്ഭുത ലീല ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. നമുക്കൊന്നും സാധിക്കാത്ത കാര്യം തന്നെയാണ് ഭഗവാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മഴ പെയ്യിക്കാൻ നമുക്ക് കഴിവുണ്ടോ? ഈ ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കാൻ നമുക്ക് ആർക്കെങ്കിലും കഴിയുമോ? ഒരു വിത്ത് വിതച്ചാൽ അത് മുളയ്ക്കാനായിക്കൊണ്ട് പ്രേരിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? അല്ലെ, ഒരു ഗർഭത്തിൽ പ്രവേശിക്കുന്ന ഒരു ബീജം അണ്ഡവുമായി കൂടിച്ചേർന്ന് അതൊരു ഗർഭമായി മാറി ഒരു കുട്ടിയായി ഏതെങ്കിലും രീതിയിൽ പുറത്തേക്ക് ആരോഗ്യവാനായി എല്ലാ അംഗങ്ങളോടും കൂടി പുറത്തേക്ക് വരുന്നു. നമ്മളെ കൊണ്ട് ആരെ കൊണ്ടെങ്കിലും സാധിക്കുമോ? അപ്പൊ ഇതൊക്കെ അത്ഭുതമാണ്. ഇതൊന്നും ചിന്തിക്കാത്തത് കൊണ്ടാണ്. ഈ അത്ഭുതങ്ങളൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നുമല്ല ഭഗവാൻ ചെയ്ത ലീലകൾ. പക്ഷെ ആ ഭഗവാൻ ചെയ്യുന്ന വലിയ അത്ഭുതങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കായിക കൊണ്ട് നമുക്ക് ഈ ചെറിയ കാര്യങ്ങളൊക്കെ അത്ഭുതമായിട്ട് തോന്നുകയാണ്. അപ്പോ എന്താ സംഭവിച്ചത്? അവന്റെ ശരീരത്തിൽ നിന്ന് ഉത്ഭവിച്ച അത്ഭുതം മഹജ്യോതി, അത്ഭുതമായ മഹത്തായ ജ്യോതി 10 ദിക്കുകളെയും സ്വധാമനാ ജ്വലയത്, സ്വപ്രകാശം കൊണ്ട് ജ്വലിപ്പിച്ചുകൊണ്ട് ഒരു സൂര്യ തേജസ്സോടുകൂടി അന്തരീക്ഷത്തിൽ ഇങ്ങനെ എല്ലാവരും കണ്ടോളൂ എന്ന മട്ടില് അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഖേ അവസ്ഥിതം ഈശ നിർഗമം പ്രതീക്ഷ്യ, ആകാശത്തിൽ കുറച്ചു നേരം അത് സ്വയം നിന്നു എന്ന് എടുക്കാം. അതല്ലെങ്കിൽ ആകാശത്തിൽ നിൽക്കുന്നുണ്ട് ആരാണ്? ഈശ നിർഗമം പ്രതീക്ഷ്യ മിഷതാം ദിവൗകസാം, ഈശ്വരൻ ഭഗവാൻ പുറത്തേക്ക് വരുന്നത് നോക്കിക്കൊണ്ട് കണ്ണും തുറച്ച് നോക്കിയിരിക്കുന്ന മിഷതാം എന്ന് പറഞ്ഞാൽ മിഴിച്ചു നിൽക്കുന്നവർ, കണ്ണടയ്ക്കാതെ നിൽക്കുന്ന ആ ദേവന്മാര്, അതാണ് മിഷതാം ദിവൗകസാം, ദേവലോകവാസികളൊക്കെ അവിടെ നോക്കി നിൽക്കുമ്പോൾ തസ്മിൻ വിവേശ, ഈ അന്തരീക്ഷത്തിലേക്ക് പൊങ്ങിയതായിട്ടുള്ള ഈ ജീവചൈതന്യം ജ്വലിക്കുന്ന തേജസ് തസ്മിൻ വിവേശ, കൃഷ്ണനും കൂട്ടുകാരും പുറത്തേക്ക് വന്നതോടുകൂടി കൃഷ്ണന്റെ ശരീരത്തിൽ ചെന്ന് ലയിച്ചു. വേറെ എവിടേക്കും പോയില്ല. ദേവന്മാരുടെ മേലേക്കൊന്നും പോയില്ല. അപ്പോൾ ദേവന്മാര് മുകളിലുണ്ട്. അവരുടെ ദേഹത്തേക്ക് എവിടെയെങ്കിലും അല്ലേ പോയിട്ട് ജ്വലിക്കേണ്ടത്, ചേരേണ്ടത്? അതല്ല ഉണ്ടായത്. വെറും ഒരു എന്താ പറയുക, പശു മേയ്ക്കുന്ന ഗോപാലബാലന്റെ ദേഹത്തിലേക്കാണ് ചെന്ന് ഈ ജ്യോതിസ് ചെന്ന് വിലയിച്ചത്. ഇത് കണ്ടുനിന്ന ദേവന്മാർക്കെല്ലാം എന്താ പറയുക, ഉള്ളില് അവിശ്വാസവും അസൂയയും ഒക്കെ ജനിപ്പിക്കുന്ന ഒരു രംഗമാണ്. നമ്മൾക്കൊന്നും സാധിക്കാത്ത കാര്യമാണ് ഈ ഗോപാലബാലനായിരിക്കുന്ന ഈ നന്ദഗോപതനയൻ, ഈ കൃഷ്ണൻ ചെയ്തു കൂട്ടുന്നത്. അവര് ഭഗവാനെ പൂജിക്കുന്നു ബഹുമാനത്തോട് കൂടിയിട്ട് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ. തതോദിഹൃഷ്ടാ സ്വകൃതോകൃതാർഹണം പുഷ്പൈ സുര അപ്സരസശ്ച നർത്തനൈഃ ഗീതൈ സുഗാവാദ്യധരാശ്ച വാദ്യകൈഃ സ്തവൈശ്ച വിപ്രാജയ നിസ്വനൈർഗണാഃ. തതോദിഹൃഷ്ടാ സ്വകൃതോകൃതാർഹണം പുഷ്പൈ സുര അപ്സരസശ്ച നർത്തനൈഃ ഗീതൈ സുഗാവാദ്യധരാശ്ച വാദ്യകൈഃ സ്തവൈശ്ച വിപ്രാജയ നിസ്വനൈർഗണാഃ. തതഃ അധിഹൃഷ്ടാഃ സുരാഃ. തതഃ അപ്പോൾ, അനന്തരം എന്നർത്ഥം. ഈ
അകാസുരന്റെ, പാപിയായ അസുരന്റെ ജീവൻ ഭഗവാനിൽ ചെന്ന് ലയിക്കുന്നത് കണ്ടിട്ട് അതിഹൃഷ്ടാഹ സുരാഹ, ദേവന്മാരെല്ലാം അത്യന്തം സന്തോഷിച്ചവരായി. എന്നിട്ടോ പുഷ്പൈഹി സ്വകൃത അർഹണം അകൃത, പുഷ്പൈഹി, അവര് ദേവലോകത്തുനിന്ന് പുഷ്പങ്ങൾ എടുത്തു വന്ന് സ്വകൃത എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് വേണ്ടി കൃതി ചെയ്തവൻ, പ്രവൃത്തി ചെയ്തവൻ, തങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അസുരനെ വധിച്ചവനായിട്ടുള്ള ആ ഭഗവാന്റെ, കൃഷ്ണന്റെ സ്വകൃത അർഹണം അകൃത, അർഹണം പൂജയെ അകൃത ചെയ്തു എന്നർത്ഥം. അകൃതാർഹണം, അർഹണം അകൃത. അപ്പൊ അവര് പൂജയെ ചെയ്തു. അപ്പൊ ദേവന്മാര് ദേവലോകത്ത് നിന്ന് പുഷ്പവൃഷ്ടി ചെയ്ത് പൂജിച്ചു. കൂട്ടത്തില് അപ്സരസഹ നർത്തനൈഹി, അപ്സരസുകൾ നൃത്തങ്ങളെ കൊണ്ട് ഭഗവാനെ പൂജിച്ചു. സുഗാഹ ഗീതൈഹി, സുഗാഹ നന്നായി ഗാനം ചെയ്യാൻ കഴിവുള്ളവർ, നല്ല പാട്ടുകാര്, ഗന്ധർവന്മാര്. ഗീതൈഹി, ഗീതങ്ങളെ കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു. വിപ്രാഹ സ്തവൈഹി, വിപ്രന്മാര് സ്തുതികളെ കൊണ്ട് ഭഗവാനെ പുകഴ്ത്തി. ഗണാഹ ജയനിസ്വനൈഹി, ഗണങ്ങൾ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ തന്നെ പാർഷദ ഗണങ്ങൾ, ഗരുഡൻ മുതലായിട്ടുള്ള ഭഗവാന്റെ പാർഷദന്മാര്, അവര് ജയനിസ്വനൈഹി, ജയ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന് ജയം വിളിച്ചുകൊണ്ട് അവരെല്ലാവരും ഭഗവാനെ പൂജിച്ചു. അപ്പൊ എല്ലാവരും അർഹണം അകൃത, ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ച് ഓരോരുത്തരുടെയും രീതിയിൽ ഭഗവാനെ ബഹുമാനിച്ചു. പൂജിക്കുക എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കൽ തന്നെയാണ്. അപ്പൊ ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു, ഗന്ധർവന്മാർ പാട്ടുപാടി, അപ്സരസുകൾ നൃത്തം ചെയ്തുകൊണ്ട്, അതുപോലെ ബ്രാഹ്മണർ സ്തുതിഗീതങ്ങളെ കൊണ്ട്, പാർഷദന്മാരായിട്ടുള്ള ഗണങ്ങൾ ജയനിസ്വനങ്ങളെ കൊണ്ട് ഒക്കെ ഭഗവാനെ എന്താ പറയുക, പൂജ ചെയ്തു, ഭഗവാനെ സ്തുതിച്ചു. തദത്ഭുത സ്തോത്ര സുവാദ്യ ഗീതികാ ജയാദിനൈഗോത്സവമംഗളസ്വനാൻ ശ്രുത്വാ സ്വദാംനോന്ദ്യജ ആഗതോ ചിരാത് ദൃഷ്ട്വാ മഹീശസ്യ ജഗാമ വിസ്മയം. തദത്ഭുത സ്തോത്ര സുവാദ്യ ഗീതികാ ജയാദിനൈഗോത്സവമംഗളസ്വനാൻ ശ്രുത്വാ സ്വധാംനോന്ദ്യജ ആഗതോ ചിരാത് ദൃഷ്ട്വാ മഹീശസ്യ ജഗാമ വിസ്മയം. ആദ്യത്തെ രണ്ട് വരികൾ ചേർന്ന് ഒറ്റ പദമാണ്, വലിയ പദം, സമസ്ത പദം. തദത്ഭുത സ്തോത്ര സുവാദ്യ ഗീതികാ ജയാദിനൈഗോത്സവ മംഗളസ്വനാൻ, ഒറ്റ പദമാണ്. ശ്രുത്വാ, കേട്ടിട്ട്. ആര്? അജഹ, എവിടെ കേട്ടിട്ട്? സ്വദാംനഃ അന്തി, സ്വദാംനഃ അന്തി ശ്രുത്വ. സ്വദാംനഃ എന്ന് പറഞ്ഞാൽ തന്റെ ലോകത്തിന് അടുത്ത്, അന്തി എന്ന് പറഞ്ഞാൽ അന്തികേ, സമീപേ. അപ്പൊ അവിടം വരെ എത്തി, ബ്രഹ്മലോകം വരെ എത്തി. ഈ ഘോഷങ്ങളൊക്കെ, ഇവരുടെ സ്തുതികളും ഘോഷങ്ങളും പാട്ടുകളും ഒക്കെ ഭഗവാന്റെ ഇച്ഛയാണ്. ഏതേത് ലോകങ്ങളിൽ ഇത് കേൾക്കണം, ആരൊക്കെ അറിയണം. ഇപ്പൊ ഭഗവാന്റെ ആ ഇച്ഛാശക്തി കൊണ്ട് ഇവിടെ ദേവന്മാരും മറ്റുമൊക്കെ ഭഗവാനെ സ്തുതിച്ചതും പാടിയതും നൃത്തം വെച്ചതുമായിട്ടുള്ള ഘോഷങ്ങളൊക്കെ ഊർധ്വലോകമായിട്ടുള്ള ബ്രഹ്മലോക പര്യന്തം എത്തി. അപ്പൊ തന്റെ സ്വദാംനഃ അന്തി ശ്രുത്വ, തന്റെ ലോകത്തിന്റെ അടുത്ത് കേട്ടിട്ട്. അജഹ, ആ എന്താ പറയാ, ബ്രഹ്മദേവൻ അചിരാത് ആഗത, വേഗം വന്നു ചേർന്നു അവിടെ ഇത് കാണാനായിട്ട്, ഈ കാഴ്ച കാണാനായിട്ട് എന്നാണ്. അപ്പൊ എന്താ കേട്ടത്? തദത്ഭുത സ്തോത്ര സുവാദ്യ ഗീതികാ ജയാദിനൈഗോത്സവ മംഗളസ്വനാൻ. അവരുടെ തത് എന്ന് പറഞ്ഞാൽ തേഷാം, അത്ഭുത സ്തോത്രങ്ങൾ, സ്തുതികൾ, ദേവന്മാരുടെ, ഗന്ധർവന്മാരുടെ, വിപ്രന്മാരുടെ, നാരദാദികളുടെ ഒക്കെ അത്ഭുതങ്ങളായ സ്തോത്രങ്ങളും സുവാദ്യങ്ങൾ, അവരൊക്കെ ഭേരി മുതലായ വാദ്യങ്ങളൊക്കെ മുഴക്കുന്നുണ്ട്. ഗീതിക, ഗന്ധർവന്മാരുടെ പാട്ടുകൾ മുഴങ്ങുന്നുണ്ട്. ജയാദി, ജയം, ജയ ജയ എന്നുള്ള പാർഷദന്മാരുടെ ശബ്ദങ്ങൾ മുഴങ്ങുന്നുണ്ട്. ഇങ്ങനെ നൈക ഉത്സവ മംഗളസ്വന, നൈകം എന്ന് പറഞ്ഞാൽ നയേകം, അനേകം എന്നർത്ഥം. അപ്പൊ അനേകം, ബഹുവിധം, ബഹുവിധത്തിലുള്ളതായിട്ടുള്ള ഉത്സവ മംഗളസ്വനാൻ, ഉത്സവം, ആനന്ദ അതിരേകം പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നതായിട്ടുള്ള മംഗള ശബ്ദങ്ങൾ, നിലവിളിയല്ല,
പേടിച്ചുള്ളതായിട്ടുള്ള നിലവിളിയോ ഏതെങ്കിലും ദുഃഖം കൊണ്ടുള്ള കരച്ചിലോ അല്ല, മംഗളസ്വനങ്ങളാണെല്ലാം. അതും അനേക വിധത്തിൽ ഓരോരുത്തരും അവരവരെ കൊണ്ടാവുന്ന രീതിയിൽ ഇതൊരു ആഘോഷമാക്കി മാറ്റി എന്നർത്ഥം. അങ്ങനെ എല്ലാവരുടെയും കൂടി ആ മംഗളസ്വനങ്ങൾ തന്റെ ധാമത്തിന് അരികെ കേട്ടതായിട്ടുള്ള ബ്രഹ്മദേവൻ വേഗത്തിൽ വന്നു ചേർന്നു. ആഗതഃ അചിരാത്. എന്നിട്ടോ ഈശസ്യ മഹി ദൃഷ്ട്വാ, ഈശസ്യ ഈശ്വരനായ ഭഗവാന്റെ മഹി എന്നാൽ മഹിമ, മാഹാത്മ്യം. ആ ഭഗവാന്റെ മഹിമയെ ദൃഷ്ട്വാ കണ്ടിട്ട് വിസ്മയം ജഗാമ, എന്തെന്നില്ലാത്ത വിസ്മയത്തെ പ്രാപിച്ചു, വിസ്മയത്തെ ഗമിച്ചു. അപ്പോ ഈ ശ്രീകൃഷ്ണൻ വെറും ഒരു ഇടയ ബാലൻ, ഗോപാലബാലൻ. പക്ഷെ ഇത്രയൊക്കെ മാഹാത്മ്യം ഈ ഗോപാലബാലൻ ഉണ്ട് എന്നുള്ളത് ഈ ബ്രഹ്മദേവന് പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അത്ഭുതമായി തീർന്നു. വിസ്മയം ജഗാമ. അപ്പൊ അതുകൊണ്ടാണ് ഇനിയിപ്പോ ഈ ഒരു വിസ്മയത്തിൽ നിന്നാണ് ഈ കൃഷ്ണനെ പരീക്ഷിക്കാനുള്ളതായിട്ടുള്ള ഒരു ബുദ്ധി അദ്ദേഹത്തിന് തോന്നുന്നത്. അടുത്ത എന്താ പറയുക കഥയിലേക്ക്, ബ്രഹ്മമോഹനം എന്നുള്ള ലീലയിലേക്കുള്ള വിത്ത് പാവിയുടെ ഭഗവാൻ. ആഹാ, ഇയാൾ ഇത്രയൊക്കെ കേമനാണോ എന്ന് കൃഷ്ണനെ കുറിച്ച് ബ്രഹ്മദേവന് ശങ്ക ജനിപ്പിച്ചു. നമ്മൾക്കൊന്നും സാധിക്കാത്ത കാര്യം ഈ കൊച്ചു ഗോപാലകൃഷ്ണൻ സാധിക്കുന്നു. അഗാസുരനെ പോലെ പാപം മൂർത്തീകരിച്ച ഇവന് ഗതി കൊടുക്കുക, മോക്ഷം കൊടുക്കുക എന്നുള്ളത് ബ്രഹ്മദേവന് പോലും അസാധ്യമാണ്. അപ്പോ ഈ കൃഷ്ണൻ ആ അഗാസുരന് മോക്ഷം കൊടുത്തത് ഒട്ടും ദഹിച്ചിട്ടില്ല ബ്രഹ്മദേവന്. അതുകൊണ്ടാണ് അദ്ദേഹം ഇതാരാണെന്ന് പരീക്ഷിക്കാനായിക്കൊണ്ട് ഇനി ചില പരീക്ഷകളൊക്കെ നടത്താൻ പോണത്. എന്തായാലും ഇവിടെ ഇപ്പൊ തൽക്കാലം വിസ്മയിച്ച് നിൽക്കുകയാണ് ബ്രഹ്മദേവൻ. കഥ തുടരാം. അങ്ങനെ അഗാസുര വധം അല്ലെങ്കിൽ അഗാസുര മോക്ഷം എന്നുള്ളതായിട്ടുള്ള ആ കഥ നന്നായി വിസ്തരിച്ച് തന്നെ പറഞ്ഞ് അതിന്റെ ഉപസംഹാര ഭാഗത്ത് കിടക്കുകയാണ്. രാജൻ ആജകരം ചർമ്മ ശുഷ്കം വൃന്ദാവനോത്ഭുതം വൃന്ദാവനെ അത്ഭുതം വ്രജൗകസാം ബഹുതിദം ബഭൂവാ ക്രീഡഗഹ്വരം. രാജൻ ആജകരം ചർമ്മ ശുഷ്കം വൃന്ദാവനെ അത്ഭുതം വ്രജൗകസാം ബഹുതിദം ബഭൂവാ ക്രീഡഗഹ്വരം. ഇവിടെ പരീക്ഷിത്ത് രാജാവിനെ സുഖബ്രഹ്മർഷി സംബോധന ചെയ്തുകൊണ്ട്, ഹേ രാജൻ, ആ ആജകരം ചർമ്മ ശുഷ്കം, ആ പെരുമ്പാമ്പിന്റെ ഉണങ്ങിയ ചർമ്മം, തോല്, ശുഷ്കമായ ആജകരം ചർമ്മ വൃന്ദാവനെ അത്ഭുതം, വൃന്ദാവനത്തിൽ അത്ഭുതമായിട്ട് കുറെ കാലം കടന്നു. ആ വ്രജൗകസാം ആക്രീഡഗഹ്വരം ബഹുതിദം ബഭൂവ. ബഹുതിദം എന്നാൽ അനേക തിഥികൾ എന്ന് പറഞ്ഞാൽ അനേക ദിവസങ്ങൾ എന്നർത്ഥം. അപ്പൊ വളരെ കാലത്തേക്ക് പ്രജൗകസ ആ വ്രജവാസികളായ ഗോപാലബാലന്മാർക്ക് ആക്രീഡ ഗഹ്വരം ബഭൂവ, ആ ക്രീഡനം ചെയ്യാനുള്ളതായിട്ടുള്ള ഗഹ്വരമായിട്ടൊരു ഗുഹയായിട്ട് തന്നെ ഭവിച്ചു. അപ്പൊ ഇവർക്ക് ഒളിച്ചു കളിക്കാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ഒരു വലിയ ഗുഹ പോലെ ഈ വലിയ ശരീരം, പ്രാണൻ പോയ ജഡമായിട്ടുള്ള ഉണങ്ങിയതായിട്ടുള്ള ഈ പാമ്പിന്റെ ശരീരം കുറേ കാലം അവിടെ തന്നെ കിടന്നു എന്നാ പറയുന്നത്. അതൊരു അത്ഭുതമായിട്ട് വൃന്ദാവനത്തിലെ ഒരു സ്ത്രീ ആയിട്ട് തന്നെ കടന്നു. ഏതത് കൗമാരജം കർമ്മ ഹരേരാത്മാഹി മോക്ഷണം മൃത്യോഹോ പൗഗണ്ഡകേ ബാല ദൃഷ്ടോ ചുർവിസ്മിതാ വ്രജേ. ഏതത് കൗമാരജം കർമ്മ ഹരേരാത്മാഹി മോക്ഷണം മൃത്യോഹോ പൗഗണ്ഡകേ ബാല ദൃഷ്ടോ ചുർവിസ്മിതാ വ്രജേ. അപ്പോ ഈ കഥ എപ്പോ നടന്നതാണെന്ന് പറയണ. ഏതത് കൗമാരജം കർമ്മ, ആരുടെ? ഹരേ. അപ്പൊ ഹരിയുടെ കൗമാരത്തിൽ ജനിച്ച കർമ്മം, കൗമാരകാലത്തുണ്ടായ കർമ്മം എന്താണത്? മൃത്യോഹോ ആത്മാഹി മോക്ഷണം. മൃത്യുവിൽ നിന്ന് ആത്മ എന്ന് പറഞ്ഞാൽ അവരവരെയും ഓരോ ഗോപബാലന്മാരെയും അഹിയെയും പെരുമ്പാമ്പിനെയും മോചിപ്പിച്ചു. പെരുമ്പാമ്പിന് മോക്ഷം കൊടുത്തു. അതവരൊക്കെ കണ്ടതാ. പെരുമ്പാമ്പിന്റെ ശരീരത്തിൽ നിന്ന് ഉത്ഭവിച്ച ആ തേജസ്
ഉജ്ജ്വലിച്ചുകൊണ്ട് സൂര്യ തേജസ്സോടുകൂടെ ആ ഭഗവാനിലേക്ക് ചെന്ന് ലയിച്ചു. ജീവാത്മാ പരമാത്മാവിൽ ചെന്ന് ലയിച്ചു. അപ്പൊ അത് നേരിൽ കണ്ടവരാണ്. അപ്പൊ തങ്ങളെ പാമ്പിൽ നിന്ന്, മൃത്യു രൂപത്തിൽ വന്ന പാമ്പിന്റെ വായിൽ നിന്ന് രക്ഷപ്പെടുത്തി, മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി, ആ അഹിയെ മോചിപ്പിക്കുകയും ചെയ്തു. പെരുമ്പാമ്പിന് മോക്ഷം കൊടുക്കുകയും ചെയ്തു. ഇത് ഭഗവാൻ കൗമാരത്തിൽ ചെയ്തതാണ്. 6 വയസ്സ് തികയുന്നതിന് മുമ്പേ ചെയ്തതായിട്ടുള്ള ഒരു കർമ്മമാണ്. പക്ഷെ അത് ബാലാഹ ദൃഷ്ട്വാ വിസ്മിതാഹ വ്രജേ ഊജുഹു. എപ്പോൾ? പൗഗണ്ഡകേ. പൗഗണ്ഡകം എന്ന് പറഞ്ഞാൽ പൗഗണ്ഡ വയസ്സിൽ ചെയ്ത കാര്യം പോലെ. പൗഗണ്ഡം 6 വയസ്സ് ആരംഭിച്ചു കഴിഞ്ഞാൽ, 6ാമത്തെ വയസ്സ് കഴിഞ്ഞ ശേഷം. അപ്പൊ 6ാമത്തെ വയസ്സിന് ശേഷം പൗഗണ്ഡപ്രായത്തിൽ ചെയ്തതായിട്ട് ബാലന്മാര് വിസ്മയിച്ച് വ്രജേ ഊജുഹു, ഗോകുലത്തിൽ ചെന്ന് എല്ലാവരോടും പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഏകദേശം 1 വർഷം കഴിഞ്ഞു ഈ കുട്ടികള് അവിടെ ചെന്ന് പറയാൻ. അതെന്താ പറ്റിയത്? 1 വർഷം വരെന്താ മറന്നുപോയോ എന്നാണെങ്കിൽ അതിനെക്കുറിച്ച് പരീക്ഷിത്ത് രാജാവ് ചോദിക്കുന്നുണ്ട്. അതിന് ഉത്തരമായിട്ടാണ് 1 വർഷത്തിന്റെ ഇടയിൽ എന്തൊക്കെയാണ് നടന്നത് ആ സംഭവങ്ങൾ കഥാരൂപത്തിൽ പറയുന്നത്. അതാണ് ബ്രഹ്മമോഹനം. അപ്പൊ അടുത്ത കഥയ്ക്കുള്ള വിത്ത് ഇവിടെ ശ്രീ സുഖബ്രഹ്മർഷി ഇട്ട് കഴിഞ്ഞു. താല്പര്യം ഉണ്ടെങ്കിൽ പരീക്ഷിത്ത് രാജാവ് ചോദിക്കട്ടെ, ചോദിച്ചാ പറഞ്ഞു കൊടുക്കുക എന്നുള്ള മട്ടില് ഒരു ക്ലൂ കൊടുത്തു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടോ. കൗമാരത്തിൽ ചെയ്ത കർമ്മം പൗഗണ്ഡ പ്രായത്തിലാണ് കൂട്ടുകാരായിട്ടുള്ള ഗോപന്മാരെല്ലാം ഗോകുലത്തിൽ ചെന്ന് പറഞ്ഞത്. വിസ്മയത്തോടുകൂടി അവർ ചെന്ന് വീട്ടിൽ ചെന്ന് പറഞ്ഞു എന്ന്. എന്നിട്ട് ശ്രീ സുഖബ്രഹ്മർഷി തന്നെ അതിനെ ഭഗവാൻ ചെയ്ത കർമ്മത്തെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നു. നൈ തദ്വിചിത്രം മനുജാർഭമായിനഃ പരാവരാണാം പരമസ്യ വേദസഃ അഘോബിയത് സ്പർശനദൗതപാദകഃ പ്രാപാത്മസാമ്യം ത്വസദാം സുദുർലഭം. നൈതദ്വിചിത്രം മനുജാർഭമായിനഃ പരാവരാണം പരമസ്യ വേദസഃ അഘോബിയത് സ്പർശനദൗതപാദകഃ പ്രാപാത്മസാമ്യം ത്വസദാം സുദുർലഭം. അപ്പോ നൈതദ് വിചിത്രം മനുജാർഭമായിനഃ. മനുജാർഭമായിനഃ, മനുജാർബൻ, മനുഷ്യക്കുട്ടി, മനുഷ്യബാലൻ. അതെന്താ? മായിയാണ്, മായ കൊണ്ട് കെട്ടിയ വേഷമാണ്. ശരിക്കും മനുഷ്യക്കുട്ടിയൊന്നും അല്ല ഭഗവാൻ, അല്ലേ? ഭഗവാൻ സ്വയം. അപ്പൊ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ആ ഭഗവാൻ തന്നെ ഇവിടെ മനുഷ്യബാലനായി മായ കൊണ്ട് വേഷം കെട്ടിയിരിക്കുക. അങ്ങനെയുള്ള മനുജാർഭമായിനഃ വേദസഃ പരാവരാണാം വേദസഃ. പരന്മാരും അവരന്മാരും ചെറുതും വലുതുമായിരിക്കുന്ന അനേക ദേവന്മാർക്കെല്ലാവർക്കും വേദസ്, എല്ലാവരുടെയും വിധാതാവ്, സൃഷ്ടികർത്താവ്, എല്ലാവരുടെയും പരിപാലന കർത്താവായിട്ടുള്ള ആ പരമസ്യ, പരമനായിരിക്കുന്ന, ഏറ്റവും എല്ലാവരുടെയും മുകളിലിരിക്കുന്നവനായിട്ടുള്ള പരമേശ്വരനായ ഭഗവാന്റെ സ്പർശന ദൗതപാദകഃ അഗഹ അപി. സ്പർശനം കൊണ്ട് ദൗതപാതകനായി, പാതകങ്ങളെയൊക്കെ ദൂനനം ചെയ്തു എന്നർത്ഥം. ഭഗവാനെ സ്പർശിച്ചതോടുകൂടിയിട്ട് അഗാസുരന്റെ പാതകങ്ങളെല്ലാം ദൗതം, ദൗതം എന്ന് പറഞ്ഞാലോ കഴുകപ്പെട്ടു, നശിപ്പിക്കപ്പെട്ടു എന്നൊക്കെ അർത്ഥം. കഴുകിക്കളയപ്പെട്ട സകല പാപങ്ങളോടും കൂടിയവനായിട്ടുള്ള അഗഹ അപി, പാപമൂർത്തിയായ ആ അഗാസുരൻ പോലും അസതാം സുദുർലഭം ആത്മസാമ്യം പ്രാപ. അസതാം, അസത്തുക്കളായ ജനങ്ങൾക്ക്, ദുഷ്ടന്മാരായിട്ടുള്ളവർക്ക് സുദുർലഭം, ഒരിക്കലും ലഭിക്കാൻ സാധ്യതയില്ലാത്ത, ഒരു സാധ്യതയുമില്ലാത്ത ആത്മസാമ്യം. ആത്മസാമ്യം, ഭഗവാനുമായിട്ടുള്ള സാമ്യം, സാരൂപ്യമുക്തി. അതാണ് പ്രാപിച്ചു. അപ്പൊ ഭഗവാൻ സാരൂപ്യമുക്തിയെ കൊടുത്തു എന്ന് താല്പര്യം. ഇത് ഏതെന്ന വിചിത്രം. ഈ കാര്യമുണ്ടല്ലോ, അത് അത്ഭുതമൊന്നുമല്ല, വിചിത്രമൊന്നുമല്ല. ഈ കഥ കേട്ട് നിങ്ങൾ വായ പൊളിക്കൊന്നും വേണ്ട. ഇത് ഭഗവാന് വിചാരിച്ചാൽ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. മാത്രമല്ല, ആ ഭഗവാന്റെ സ്പർശം കൊണ്ട് തന്നെ അഗാസുരൻ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായി കഴിഞ്ഞിരിക്കുന്നു. ഭഗവാനെ അകത്താക്കി, അല്ലേ? യോഗികളെ പോലെ പ്രാണനിരോധം ചെയ്തുകൊണ്ട്, ഭഗവാനെ ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ട് മൂർധാവിലൂടെ പ്രാണൻ വെടിഞ്ഞു. അപ്പോ അന്ധകാലേച്ച മാമേവ
സ്മരൻ മുക്വാ കളേപരം യഹ് പ്രയാതി ത്യജൻ ദേഹം സയാതി പരമാംഗതിം എന്ന് ഭഗവാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അന്ധകാലത്ത് ആരാണോ എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം വെടിയുന്നത് അവർ പരമഗതിയെ പ്രാപിക്കുന്നു. അപ്പൊ ഈ അഗാസുരൻ വേറെ ആരെങ്കിലും ധ്യാനിച്ചിട്ടുണ്ടാവൂ? ഈ ഭഗവാനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാനുള്ള ധ്യാനം ആയിരുന്നില്ലേ അയാളുടെ ഉള്ളില്? ഏതെങ്കിലും രീതിയിൽ തന്റെ തൊണ്ടയിൽ കുരുങ്ങിയിരിക്കുന്ന ഈ ഭഗവാനെ നശിപ്പിച്ച് കൊല്ലാനുള്ള എല്ലാ ശ്രമവും നടത്തിക്കൊണ്ട് വൈരാഗ്യ ബുദ്ധിയോടുകൂടി പരമാവധി ശ്രമിച്ചു. അവസാനം സാധിക്കാതായപ്പോൾ അവശനായിട്ടുണ്ടാവും. ആ അവശഭാവത്തിൽ എന്നെ രക്ഷിക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യരുതേ, എന്നെ രക്ഷിക്കണേ എന്ന് ചിലപ്പോൾ ഉള്ളിൽ പ്രാർത്ഥിച്ചും കാണും. തന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് മനസ്സിലായി കഴിയുമ്പോൾ അവശത വരും. അവശത വരുമ്പോൾ പ്രാർത്ഥനയും വരും. എങ്ങനെയെങ്കിലും ഒന്ന് തൊണ്ടയിൽ നിന്ന് ഇറങ്ങി എന്നെ ഒന്ന് രക്ഷിക്കുവോ, എൻ്റെ പ്രാണനെ ഒന്ന് വെറുതെ വിടുവോ എന്ന് ഉള്ളില് അപേക്ഷ ഉണ്ടായിട്ടുണ്ടാവും. ഭഗവാൻ അത് കേട്ടിട്ടുണ്ടാവും. എന്തായാലും നിനക്ക് ഈ ശരീരം വേണ്ട, നിനക്ക് ഞാൻ എൻ്റെ ശരീരം തന്നെ തരാം, ഒരു വിഷ്ണു ശരീരം, വൈഷ്ണവ രൂപം നൽകി സാരൂപ്യമുക്തി നൽകാം, നീ വൈകുണ്ഠത്തിലേക്ക് പോരെ എന്ന് ഭഗവാൻ തന്നെ അന്ത്യകാലത്ത് സ്മരിച്ച ആ അസുരന്, അഘാസുരന്, അവന്റെ സർവ പാപങ്ങളും നശിപ്പിച്ച് ഭഗവാൻ ആ തൻ്റെ ലോകത്തെ നൽകി, തൻ്റെ ലോകത്തിൽ സാരൂപ്യമുക്തിയെ നൽകി എന്നുള്ളത് എന്നാ വിചിത്രം. ഇത് വിചിത്രമായിട്ടൊന്നും നിങ്ങൾ കരുതേണ്ടതില്ല. ഇതൊക്കെ ഭഗവാനെ സംബന്ധിച്ച് നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ ഭഗവാനെ വേണം എല്ലാവരും ഭജിക്കാൻ എന്നിവിടെ നമുക്കൊക്കെ ഉള്ളൊരു പ്രേരണയാണ്, ഒരു പ്രചോദനമാണ്. സകൃത്യതംഗ പ്രതിമാന്തരാഹിത മനോമയീ ഭാഗവതീം ദദൗ ഗതിം സയേവ നിത്യാത്മസുഖാനുഭൂത്യഭിവ്യുതസ്തമായോന്തർഗതോ ഹി കിം പുനഃ. സകൃത്യതംഗ പ്രതിമാന്തരാഹിത മനോമയീ ഭാഗവതീം ദദൗ ഗതിം സയേവ നിത്യാത്മസുഖാനുഭൂത്യഭിവ്യുതസ്തമായോന്തർഗതോ ഹി കിം പുനഃ. അപ്പോ യദംഗപ്രതിമ മനോമയീ സകൃത് അന്തരാഹിത ഭാഗവതീം ഗതിം ദദൗ. ഏതൊരുവന്റെ അംഗപ്രതിമ, ശരീരത്തിന്റെ ആകൃതിയെ, ഏതൊരു ഭഗവാന്റെ ശരീരപ്രകൃതിയെ മനോമയി, നമ്മളൊക്കെ മനസ്സിലാണ് ധ്യാനിക്കുന്നത്. ഭക്തന്മാരായിട്ടുള്ളവർ അവരുടെ ഹൃദയത്തിൽ ധ്യാനിക്കുന്നു, മനസ്സിൽ ധ്യാനിക്കുന്നു. അങ്ങനെ ധ്യാനിച്ച സകൃത് അന്തരാഹിത, ഒരിക്കലെങ്കിലും ഉള്ളിൽ അങ്ങനെ മനസ്സിൽ ഉറച്ചു കിട്ടിയാൽ, ആ മനസ്സിൽ ആർക്കാണോ ഒരിക്കലെങ്കിലും ഭഗവാന്റെ രൂപം, സൂക്ഷ്മരൂപം ഉറപ്പിക്കാൻ കഴിയുന്നത്, അവർ ഭാഗവതീം ഗതിം ദദൗ, അങ്ങനെയുള്ളവർക്ക് ഭഗവാൻ ഭാഗവതീം ഗതിം ദദൗ, ഭാഗവത ഗതിയെ, ഭഗവത് സംബന്ധിയായ ഗതിയെ, മോക്ഷത്തെ കൊടുത്തു. അപ്പൊ പിന്നെ ഭക്തന്മാരായിട്ടുള്ള പ്രഹ്ലാദാദികൾക്ക് അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾക്കൊക്കെ ഭഗവാൻ തന്റെ അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ നിത്യാത്മസുഖാനുഭൂതി അഭിവ്യുതസ്ഥമായ സഹ ഏവ അന്തർഗതഃ കിം പുനഃ. അതേ ഭഗവാന്റെ സ്ഥൂല രൂപം, ഭഗവാന്റെ പ്രത്യക്ഷ രൂപം, സച്ചിദാനന്ദ ഘനം, സൂക്ഷ്മമായിട്ട് മനസ്സുകൊണ്ട് ചിന്തിക്കുകയല്ല ഇവിടെ, ചിന്തയിലുണ്ടാകുന്ന ചിത്തവൃത്തി രൂപത്തിലുള്ളതല്ല. ഇത് ഒറിജിനലി ഭഗവാന്റെ രൂപത്തെ തന്നെ ഉള്ളിലാക്കിയിരിക്കണം. അതാണ് നിത്യ ആത്മസുഖാനുഭൂതി അഭിവ്യുതസ്ഥമായ, നിത്യ ആത്മസുഖം, ആത്മാനന്ദം എപ്പോഴും അനുഭവം കൊണ്ട്, അനുഭൂതി കൊണ്ട്, അഭിവ്യുതസ്ഥമായ, മായയെ ദൂരീകരിച്ചവൻ, നല്ലോണം മായയെ നശിപ്പിച്ചവൻ, മായയെ അതിക്രമിച്ചവൻ എന്നൊക്കെ അർത്ഥം ഭഗവാൻ. അപ്പൊ അങ്ങനെയുള്ള നാശരഹിതനും നിത്യനും ആത്മസുഖാനുഭൂതി കൊണ്ട് അഭിവ്യുതസ്ഥമായനുമായിരിക്കുന്ന സയേവ അന്തർഗത, ആ ഭഗവാൻ തന്നെ ഇപ്പൊ ഉള്ളിൽ പ്രവേശിച്ചവനായിരിക്കുന്നു ഈ അഘാസുരന്റെ. അപ്പൊ പിന്നെ അഘാസുരന് ഈ ഗതി കിട്ടിയില്ലെങ്കിലേ ചോദ്യം ചെയ്യേണ്ടതുള്ളൂ, അതിശയിക്കേണ്ടതുള്ളൂ. അപ്പൊ കിം പുനഃ പറയേണ്ടതുണ്ടോ എന്നാ ചോദിക്കുന്നത്. അപ്പോ തീർച്ചയായിട്ടും ഭഗവാനെ നേരിൽ പ്രത്യക്ഷമായി സശരീരിയായി തൻ്റെ അകത്താക്കിയാൽ
അഗാസുരന് ഇതുപോലൊരു ഗതി കൊടുത്തിട്ടില്ലെങ്കിലാണ് ചോദ്യം ചെയ്യേണ്ടത്. അപ്പോഴാണ് നമ്മൾ വിചിത്രം എന്ന് പറയേണ്ടത്. ഇവിടെ വിചിത്രം ഇല്ല. ഇവിടെ ഇത് സംഭവിക്കേണ്ടതാണ്. സൂക്ഷ്മരൂപത്തിൽ മനസ്സിൽ ഭഗവാനെ ഒരിക്കലെങ്കിലും ധ്യാനിച്ചാൽ അവർക്ക് പോലും ഭഗവാൻ ശ്രേഷ്ഠമായിട്ടുള്ള പദവികളെ നൽകുന്നു, ഭഗവാന്റെ ഭക്തന്മാരായി അംഗീകരിക്കുന്നു. അപ്പൊ പിന്നെ ഇതുപോലെ ഭഗവാനെ ഉള്ളിൽ ധരിച്ചവനായിട്ടുള്ള ഒരാൾക്ക് എന്ത് ഗതി ഭഗവാൻ കൊടുക്കില്ല എന്ന് ചോദിക്കുകയാണ് ഇവിടെ. അപ്പൊ അങ്ങനെ സാരൂപ്യ മുക്തി കൊടുത്തതിനെ സുഖബ്രഹ്മർഷി ന്യായീകരിക്കുകയാണ്. സൂത ഉവാച ഇത്തം തിജാ യാദവ ദേവദത്തഃ ശ്രുത്വാ സ്വരാതുശ്ചരിതം വിചിത്രം പപ്രച്ഛ ഭൂയോപി തദേവ പുണ്യം വയ്യാസകിം യന്നിഗൃഹീതചേതാഃ. സൂത ഉവാച ഇത്തം തിജാ യാദവ ദേവദത്തഃ ശ്രുത്വാ സ്വരാതുശ്ചരിതം വിചിത്രം പപ്രച്ഛ ഭൂയോപി തദേവ പുണ്യം വയ്യാസകിം യന്നിഗൃഹീതചേതാഃ. ഇത്തം ഇപ്രകാരം ഹേ ദ്വിജാഹ, അല്ലയോ ശൗനകാദി ബ്രാഹ്മണരെ. ആരാ സംബോധന ചെയ്യുന്നത്? സൂതൻ, സൂതമഹാശയൻ ശൗനകാദി ബ്രാഹ്മണരെ സംബോധന ചെയ്യുന്നതാണ്. ഹേ ദ്വിജാഹ, അല്ലയോ ശൗനകാദികളെ. ഇത്തം ഇപ്രകാരം യാദവദേവദത്തഃ പരീക്ഷത്തിന്റെ പര്യായമാണ്. വിഷ്ണുരാധഃ അതന്നെയാണ് യാദവദേവനാൽ ദത്തമായ ജീവിതത്തോടു കൂടിയവൻ. യാദവദേവ ദത്തഃ. യാദവദേവൻ ആരാണ്? യാദവാനാം ദേവഃ ഭഗവാൻ. ഭഗവാനാൽ ദത്തനായവൻ വിഷ്ണുദത്തൻ, വിഷ്ണുരാധൻ. ആരാണ്? പരീക്ഷിത്ത്. അപ്പൊ ഇങ്ങനെ ആ പരീക്ഷിത്ത് രാജാവ് സ്വരാതുഹു വിചിത്രം ചരിതം ശ്രുത്വ. സ്വരാതുഹു എന്ന് പറഞ്ഞാല് തന്റെ രക്ഷിതാവിന്റെ, സ്വരാതാവിന്റെ, രാത വിഷ്ണുരാതനാണ് അല്ലെ, വിഷ്ണുവിനാൽ ദാനം ചെയ്യപ്പെട്ട ജീവിതത്തോടു കൂടിയവനാണ്. അപ്പൊ തന്റെ രക്ഷകനായിരിക്കുന്ന ആ ഭഗവാന്റെ വിചിത്രം ചരിതം ശ്രുത്വ, അത്ഭുതമായിട്ടുള്ള ഇങ്ങനെയുള്ള ചരിത്രം കേട്ടിട്ട്, ആ അഗാസുരന് മോക്ഷം കൊടുത്ത ചരിത്രം കേട്ടിട്ട്, ഭൂയഃ അഭി പപ്രച്ഛ വീണ്ടും പ്രശ്നം ചെയ്യാണ്, ചോദിക്കുകയാണ്. എന്താ കാരണം? യന്നിഗൃഹീതചേതാഃ ഏതൊരു ആ ഭഗവാന്റെ കഥയിൽ വശീകരിക്കപ്പെട്ട നിഗൃഹീതം, നിതരാം ഗൃഹീതമായിട്ടുള്ള ചേതസ്സോടുകൂടി, അതിൽ മുഴുകിയ മനസ്സോടുകൂടെ, ഭഗവാന്റെ കഥകളിൽ മുഴുകിയ മനസ്സോടുകൂടെ വീണ്ടും ഭൂയഃ അപി തദേവ അതേപോലെയുള്ള കാര്യങ്ങളെ തന്നെ വയ്യാസകിം പപ്രച്ഛ. വയ്യാസകി വ്യാസപുത്രൻ. അപ്പൊ വ്യാസപുത്രനായ ശ്രീശുഖ ബ്രഹ്മർഷിയോട് പ്രശ്നം ചെയ്തു, ചോദ്യം ചെയ്തു എന്നർത്ഥം. അപ്പൊ ഇനി പരീക്ഷത്തിന്റെ ചോദ്യമാണ്. രാജോവാച ബ്രഹ്മൻ കാലാന്തരകൃതം തത്കാലീനം കഥം ഭവേത് യത്കൗമാരേ ഹരികൃതം ജഗുഃ പൗഗണ്ഡകേർഭഗാഃ. രാജോവാച ബ്രഹ്മൻ കാലാന്തരകൃതം തത്കാലീനം കഥം ഭവേത് യത്കൗമാരേ ഹരികൃതം ജഗുഃ പൗഗണ്ഡകേർഭഗാഃ. ബ്രഹ്മൻ, ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മത്തെ അറിഞ്ഞ സർവജ്ഞനായ ഋഷി ശ്രീശുഖ ബ്രഹ്മർഷി, കാലാന്തരകൃതം തത്കാലീനം കഥം ഭവേത്. കാലാന്തരത്തിൽ ചെയ്തത് കാലാന്തരകൃതം, മറ്റൊരു കാലത്തിൽ ചെയ്തത് തത്കാലീനം അപ്പ ചെയ്തതായിട്ട് എങ്ങനെ പറയും? അപ്പൊ എപ്പോഴോ നടന്ന കൗമാരജമായിട്ടുള്ള കർമ്മത്തെ പൗഗണ്ഡപ്രായത്തിൽ ചെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചാണ് ഇവിടെ ചോദ്യം. ഒരു കാലത്ത് നടന്ന കാര്യം ഇപ്പൊ നടന്നതുപോലെ എങ്ങനെ പിന്നീട് കുട്ടികൾ ചെന്ന് പറയും? തത്കാലീനം കഥം ഭവേത്, എങ്ങനെ സംഭവിക്കും? യത് കൗമാരേ ഹരികൃതം പൗഗണ്ഡകേ അർഭഗാഃ ജഗുഹു. ഏതെന്നാൽ കൗമാരേ ഹരികൃതം, കൗമാരപ്രായത്തിൽ ഹരിയാൽ ചെയ്യപ്പെട്ടതായിട്ടുള്ള ആ കർമ്മത്തെ പൗഗണ്ഡകേ അർഭഗാഃ ജഗുഹു, പൗഗണ്ഡക പ്രായത്തിലാണല്ലോ കുട്ടികൾ ചെന്ന് പറഞ്ഞത്. അതെന്താ കാലാന്തരം ഉണ്ടാവാൻ കാരണം? എന്തിനാ ഇത്രയും ഇടവേള, ഇന്റർവെൽ വന്നത്? അന്നാള് നടന്ന കാര്യങ്ങൾ അന്നാളല്ലേ ചെന്ന് പറയാറ് കുട്ടികള്. ഇതെന്താ കുറെ വൈകി ചെന്ന് പറഞ്ഞത് ഇപ്പൊ നടന്ന പോലെ? തദ്ബ്രൂഹി മേ മഹായോഗിൻ
പരം കൗതൂഹലം ഗുരോ നൂനമേതദ്ധരേരേവ മായാ ഭവതി നാന്യത തൽബ്രൂഹി മേ മഹായോഗിൻ പരം കൗതൂഹലം ഗുരോ നൂനമേതദ്ധരേരേവ മായാ ഭവതി നാന്യത തദ്ബ്രൂഹി മേ മഹായോഗിൻ. ഹേ മഹായോഗിൻ, യോഗീശ്വരനായ ശ്രീ ശുകബ്രഹ്മർഷേ, എല്ലാം അറിയുന്നവനെ, ഗുരോ, എനിക്ക് ഗുരുവായിരിക്കുന്നവനെ, തത് മേ ബ്രൂഹി, ആ കാര്യം എന്നോട് പറയൂ, എന്റെ സംശയം തീർത്തു തരൂ. പരം കൗതൂഹലം ഏതത്, എനിക്ക് എന്തെന്നില്ലാത്ത ഉത്സാഹമുണ്ട് ഇത് കേൾക്കാനായിക്കൊണ്ട്, എനിക്ക് എന്തെന്നില്ലാത്ത ക്യൂരിയോസിറ്റി ഉണ്ട്, കൗതൂഹലമുണ്ട്. ഹരേഹേവ മായാ ഭവതി, തീർച്ചയായിട്ടും ഇത് ഭഗവാന്റെ ഏതോ ഒരു മായാലീലയാണ്. മായാഭവതി നൂനം നിശ്ചയം അന്യതാന്ന, വേറൊരു പ്രകാരത്തിലാവാൻ വഴിയില്ല. അപ്പൊ എന്ത് മായയാണ് ഇവിടെ ഭഗവാൻ പ്രയോഗിച്ചത് ആണ് ഈ ചോദ്യത്തിന്റെ താല്പര്യം. ഹരിയുടെ മായ തന്നെ സംശയമില്ല. പക്ഷേ ആ ഹരി മായ കൊണ്ട് എന്താണ് ഇവിടെ ഒപ്പിച്ചത് കാര്യം, ആ കാര്യമാണ് എനിക്ക് അറിയേണ്ടത്. അപ്പൊ എന്തോ മറഞ്ഞു കിടപ്പുണ്ട് കാര്യം. അത് സർവജ്ഞനായ അങ്ങേക്ക് അറിയാം, മഹായോഗിയായിട്ടുള്ള അങ്ങേക്ക് അറിയാം. അങ്ങ് മഹായോഗിയാണ്, അങ്ങ് ബ്രഹ്മജ്ഞനാണ്. അതുകൊണ്ട് അങ്ങയെപ്പോലുള്ള ഒരാൾക്ക് അറിയാതിരിക്കില്ല അതിൻ്റെ ഇടയിലുള്ള രഹസ്യം. ഈ കഥയുടെ ഇടയിൽ മറഞ്ഞിരിക്കുന്ന കഥ ഏതാണ്, മുഴുവൻ പറഞ്ഞില്ലല്ലോ അങ്ങ്, അത് മുഴുവൻ വിസ്തരിച്ച് പറയൂ എന്ന് ആ ഭഗവാന്റെ കഥകളെ മുഴുവൻ കേൾക്കാനുള്ള ആ ഒരു താല്പര്യത്തോടെ ചോദിക്കുകയാണ്. വയം ധന്യതമാലോകേ ഗുരോപി ക്ഷത്രബന്ധവഃ യൽപിബാമോ മുഹുസ്ത്വത്തഃ പുണ്യം കൃഷ്ണകഥാമൃതം. വയം ധന്യതമാലോകേ ഗുരോപി ക്ഷത്രബന്ധവഃ യൽപിബാമോ മുഹുസ്ത്വത്തഃ പുണ്യം കൃഷ്ണകഥാമൃതം. തന്റെ ധന്യതയെ പ്രകടിപ്പിക്കുന്ന ഭഗവാന്റെ കഥകൾ അങ്ങയിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നുവല്ലോ, അത് ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്ന് ശ്രീ ശുകബ്രഹ്മർഷിയെ നോക്കി പറയണ. ഹേ ഗുരോ, അല്ലയോ ഗുരോ, വയം ക്ഷത്രബന്ധവഃ അപി ലോകേ ധന്യതമാഃ. വയം, ഞങ്ങള് എങ്ങനെയുള്ളവരാണ്? ക്ഷത്രബന്ധവഃ അപി, ക്ഷത്രിയന്മാരിൽ വെച്ച് അധമന്മാരാണ്, നികൃഷ്ടന്മാരാണ്. ക്ഷത്രിയന്മാരെന്ന് പേരേ ഉള്ളൂ. ക്ഷത്രിയ കുലത്തിൽ ജനിച്ചിട്ടുണ്ട്, യോഗ്യതയൊന്നും തികയൊന്നുമില്ല. അങ്ങനെയുള്ള നികൃഷ്ടന്മാരാണെങ്കിലും ലോകേ ധന്യതമാഃ, ഈ ലോകത്തിൽ ഏറ്റവും ഭാഗ്യവാന്മാരാണ് ഞങ്ങൾ, ധന്യതമന്മാരാണ്. എന്താ അതിന് കാരണം? എന്തെന്നാൽ, എന്താണ് ധന്യതമന്മാരാവാൻ കാരണം? ത്വത്തഃ പുണ്യം കൃഷ്ണകഥാമൃതം മുഹുഃ പിബാമ. ത്വത്തഃ, അങ്ങയെപ്പോലൊരു മഹാപുരുഷനിൽ നിന്ന്, ബ്രഹ്മജ്ഞാനിയിൽ നിന്ന്, ബ്രഹ്മനിഷ്ഠനായിരിക്കുന്ന ഒരു മഹാത്മാവിൽ നിന്ന് ആ ഭഗവാന്റെ കഥ ഇത്രയും മനോഹരമായിട്ട്, അതാണ് പുണ്യം കൃഷ്ണകഥാമൃതം, അത്യന്തം പവിത്രീകരിക്കുന്ന, കേൾക്കുന്നവരെയൊക്കെ ശുദ്ധീകരിക്കുന്ന, അന്ധക്കരണ ശുദ്ധി നൽകുന്നതായിട്ടുള്ള ആ കൃഷ്ണകഥാമൃതം, കൃഷ്ണന്റെ കഥാമൃതത്തെ മുഹുഹു പിബാമ, ഞങ്ങൾ വീണ്ടും വീണ്ടും പാനം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഞങ്ങളെ പോലെ ധന്യതമരാരാണുള്ളത്? അങ്ങയിൽ നിന്ന് ഭഗവാന്റെ കഥ കേൾക്കാനുള്ള ആ ഭാഗ്യം ലഭിച്ചു. ക്ഷത്രിയന്മാരെന്ന് പറഞ്ഞാൽ ഇതിലൊന്നും ശ്രദ്ധയേ ഉണ്ടാവില്ല. എപ്പോഴും രാജ്യകാര്യങ്ങളിൽ മുഴുകി, യുദ്ധാദി കാര്യങ്ങളിൽ ശത്രുഭയത്തോടുകൂടെ, അല്ലെ, എപ്പോഴും അസ്വസ്ഥരായിരിക്കുന്നവരാണ് രജോ ഗുണ സമ്പന്നരായിട്ടുള്ള ക്ഷത്രിയാതമന്മാർ. അപ്പൊ ക്ഷത്രിയാതമന്മാരാണെങ്കിലും രജോ ഗുണ സമ്പന്നരാണെങ്കിലും സാത്വികനോ അല്ലെങ്കിൽ ഗുണാതീതനോ ആയിരിക്കുന്ന അങ്ങയിൽ നിന്ന് ഇതുപോലെയുള്ള ഭഗവാന്റെ പുണ്യകഥകളെ കേട്ട് ഞങ്ങളുടെ ആ പാപങ്ങൾ, ആ രജോ ഗുണത്തെ എല്ലാം കഴുകിക്കളയാനായിട്ട് സാധിക്കും. ഭഗവാന്റെ കഥ കേൾക്കുന്തോറും ഞങ്ങളുടെ ഉള്ളിലുള്ള രജോ ഗുണം കഴുകിക്കളയപ്പെടുകയാണ്. ഞങ്ങളുടെ അസ്വസ്ഥതകൾ, മത്സരബുദ്ധി, ദ്വേഷബുദ്ധി എല്ലാം കുറഞ്ഞു 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 വരികയാണ്. ഞങ്ങൾ ശുദ്ധരായിക്കൊണ്ടിരിക്കുകയാണ്. ഭാഗ്യമാണ്, ഭാഗ്യം. ഇങ്ങനെ തൻ്റെ ആ ഭഗവാന്റെ കഥ കേൾക്കാനുള്ള താല്പര്യത്തെ നല്ലതുപോലെ പ്രകടിപ്പിച്ച് ചോദ്യം ചെയ്തു. സൂത ഉവാച ഇത്തം സ്മ പൃഷ്ടഃ സതു ബാദരായണി തൽസ്മാരിതാനന്ദഹൃദാഖിലേന്ദ്രിയഃ കൃച്ഛ്രാത് പുനർലബ്ധ ബഹിർദൃശിശനൈഃ പ്രത്യാഹതം ഭാഗവതോത്തമോത്തമ.
സൂത ഉവാച ഇത്തം സ്മ പൃഷ്ട സതു ബാദരായണി തൽസ്മാരിതാനന്ദഹൃതാഖിലേന്ദ്രിയ കൃച്ഛ്രാത് പുനർലബ്ധ ബഹിർദൃശി ശനൈഃ പ്രത്യാഹതം ഭാഗവതോത്തമോത്തമ. സൂതൻ കഥ തുടരുന്നു. ഇത്തം പൃഷ്ട, ഇങ്ങനെ ചോദ്യം ചെയ്യപ്പെട്ടവൻ. ആരാ? ശ്രീശുക ബ്രഹ്മർഷി. ഇത്തം പൃഷ്ട തൽസ്മാരിത അനന്തഹൃത അഖിലേന്ദ്രിയ സഹ ബാദരായണി. സഹ ബാദരായണി, ആ ബാദരായണ പുത്രൻ ശ്രീശുക ബ്രഹ്മർഷി. തൽസ്മാരിത, തൽസ്മാരിതം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ സ്മരിക്കപ്പെട്ടു. ഈ ചോദ്യം ഭഗവാന്റെ കഥകളെ കുറിച്ചിട്ടുള്ള ചോദ്യം കൊണ്ട് സ്മരിക്കപ്പെട്ടു. എന്ത്? അനന്ത ഹൃതാഖിലേന്ദ്രിയ. അങ്ങനെ ഭഗവാനെ സ്മരിച്ചപ്പോൾ അനന്തനാൽ ഭഗവാനാൽ ഹരിക്കപ്പെട്ട അപഹരിക്കപ്പെട്ട സകല ഇന്ദ്രിയ വൃത്തികളോടും കൂടിയവനായി. എല്ലാ ഇന്ദ്രിയ വൃത്തികളും ഭഗവാനെ സ്മരിക്കുന്ന കാര്യത്തിലായി എന്നർത്ഥം. വേറൊരു ചിന്തയുമില്ല. അങ്ങനെയുള്ള ആ ശ്രീശുക ബ്രഹ്മർഷി കൃച്ഛ്രാത് ശനൈഹി പുനഃ ലബ്ധ ബഹിർദൃശി. കൃച്ഛ്രാത് വളരെ പ്രയാസപ്പെട്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇന്ദ്രിയങ്ങളൊക്കെ ഉള്ളിലേക്ക് വലിഞ്ഞ് ഭഗവാനെ സ്മരിച്ച് ഒരു സമാധിയിലേക്ക് പോയി എന്നർത്ഥം. ശ്രീശുക ബ്രഹ്മർഷി ഭഗവാന്റെ കഥകളെ സ്മരിക്കും തോറും, അതും പ്രത്യേകിച്ച് ഈ ബ്രഹ്മമോഹന ലീല സ്മരിച്ചതോടു കൂടിയിട്ട് അദ്ദേഹം ഒരു സമാധി അവസ്ഥയെ പ്രാപിച്ചു. അതാണ് തൽസ്മാരിത അനന്തഹൃതാഖിലേന്ദ്രിയ. എല്ലാ ഇന്ദ്രിയങ്ങളും ഉള്ളിലേക്ക് വലിഞ്ഞ് ആ അനന്തനിലേക്ക് എന്താ പറയുക, ആഹരിക്കപ്പെട്ടു. ചിത്തവൃത്തി നിരോധം സംഭവിച്ചു. ആരുടെ? പൂർണ്ണമായിട്ടും ഈ സുഖബ്രഹ്മർഷിയിലെ. അദ്ദേഹം ധ്യാനത്തിൽ സമാധിയിലാണ്ടുപോയി. അങ്ങനെയാണ് പിന്നെ പതുക്കെ കൃച്ഛ്രാത് ശനൈഹി, എങ്ങനെയോ പതുക്കെ പുറത്തേക്ക് ബോധം വന്നു. പുനഃ ലബ്ധ ബഹിർദൃശി. ലബ്ധം, പുനർലബ്ധമായിട്ടുള്ള, വീണ്ടും തിരിച്ചു കിട്ടിയതായിട്ടുള്ള ബഹിർദൃശി. ബഹിർദൃശി ബാഹ്യ ലോകത്തെ കുറിച്ചിട്ടുള്ള ചിന്ത, ബാഹ്യജ്ഞാനത്തോട് കൂടിയവനായിട്ട്. തൻ്റെ മുമ്പിൽ ചോദ്യകർത്താവായിട്ടുള്ള പരീക്ഷത്തിരിപ്പുണ്ട്. കുറച്ച് വേറെ ഋഷീശ്വരന്മാരൊക്കെ കഥ കേൾക്കാൻ ഇരിപ്പുണ്ട്. അവരൊക്കെ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അതിന് ഉത്തരം കൊടുക്കേണ്ടതുണ്ട് എന്നുള്ള ബാഹ്യദൃഷ്ടി അദ്ദേഹത്തിന് കുറച്ച് നേരം കഴിഞ്ഞു വരാനായിട്ട്. അങ്ങനെ ലബ്ധ ബഹിർദൃശി ആ ഭാഗവതോത്തമ. ഹേ ഭാഗവതോത്തമ തം പ്രത്യാഹ. ഇവിടെ ഭാഗവതോത്തമ എന്നുള്ളത് സംബോധനാരെ ശ്രീ ശൗനകാദികളെ, ശൗനകനെ സംബോധന ചെയ്യണം. അല്ലയോ ശൗനക, ഭാഗവതോത്തമനായ ശൗനക, തം പ്രത്യാഹ. തം, ആ പരീക്ഷത്തിനോട് പ്രത്യാഹ മറുപടി പറഞ്ഞു. അപ്പോൾ സമാധിയിൽ നിന്ന് പതുക്കെ ഉണർന്ന് വീണ്ടും ഭഗവാന്റെ കഥകളെ പറയാൻ, അല്ലെങ്കിൽ പരീക്ഷത്തിന്റെ ചോദ്യത്തിന് മറുപടി പറയാനായിക്കൊണ്ട് ആരംഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഹരി ഓം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ അഘാസുരമോക്ഷ നിരൂപണം നാമ ദ്വാദശോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. അപ്പോൾ 12-ാം അധ്യായം പൂർണ്ണം. അഘാസുരമോക്ഷം പൂർണ്ണം. ഇനിയിപ്പോൾ ബ്രഹ്മമോഹനം 2 അധ്യായങ്ങൾ 13ഉം 14ഉം. അത് നമുക്ക് വന്നിട്ട് കാണാം. നാളെ കുറേ പാക്കിങ്ങും മറ്റ് തിരക്കുകളും പുറത്തു പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ ക്ലാസ് വെച്ചാൽ ക്ലാസ്സിലേക്കായിരിക്കും നമ്മുടെ മുഴുവൻ ശ്രദ്ധയും. മറ്റു കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ നമുക്ക് വന്നിട്ട് അത്ഭുതപ്പെടുത്തുന്ന ഭഗവാന്റെ ബ്രഹ്മമോഹനം തുടർന്നുള്ള ലീലകൾ എല്ലാം കാണാം.
കാളീയമർദ്ദനം വരുന്നുണ്ട്, പ്രലംബാസുരവധം, ധേനുകാസുരവധം, ദാവാഗ്നിപാനം, വേണുഗാനം, ഗോപസ്ത്രീകളുടെ കാർത്യായനി വ്രതം, എന്താ പറയുക, യജ്ഞപത്നിമാരെ അനുഗ്രഹിക്കുന്നത്, ഗോവർദ്ധനോദ്ധാരണം, ഗോവിന്ദാഭിഷേകം, രാസക്രീഡ, അങ്ങനെ പോണു. അത്ഭുതങ്ങളായിട്ടുള്ള ഭഗവാന്റെ ലീലകൾ എല്ലാം നമുക്ക് തിരിച്ചു വന്ന് സപ്താഹവും കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാം. ഇടയ്ക്ക് ഒരു ദിവസമേ ഉള്ളൂ. അപ്പോൾ 30-ാം തീയതി രാത്രി വരും, 1-ാം തീയതി ഒരു ദിവസമേ ഒഴിവുള്ളൂ, 2-ാം തീയതി ഒരു ദേവീ മാഹാത്മ്യ തരങ്കിണി, 3-ാം തീയതി കോഴിക്കോട് കൊയിലാണ്ടി സപ്താഹം ആരംഭിക്കും. പിന്നെ നവരാത്രിയാണ്. വന്നു കഴിഞ്ഞാൽ 3 ദിവസം നവരാത്രി തിരക്കുണ്ട്. അപ്പോൾ നവരാത്രി കഴിഞ്ഞ് വിജയദശമിക്ക് നമുക്ക് 13-ാം അധ്യായം തുടരാമെന്ന് വിചാരിക്കുന്നു. നല്ല ദിവസം. അതുവരെ ഈ കേട്ടതൊക്കെ തന്നെ വീണ്ടും കേട്ടുകൊണ്ടിരിക്കുക, നല്ലോണം മനസ്സിൽ ഉറപ്പിക്കുക. അപ്പോൾ ഋഷികേശിൽ പോയിട്ട് അവിടുന്ന് പറ്റുമ്പോഴൊക്കെ ലൈവ് ചെയ്യാം. എന്തെങ്കിലും 23-ാം തീയതി ദയാനന്ദ സ്വാമിജിയുടെ സമാധി ദിനമാണ്. അപ്പോൾ അവിടുത്തെ ചടങ്ങുകളൊക്കെ കുറേയൊക്കെ നമുക്ക് ലൈവിൽ കാണാം. പിന്നീട് 25-ഉം 26-ഉം 27-ഉമാണ് ചണ്ഡികായാഗം. ഋഷികേശ് നമ്മുടെ ആശ്രമത്തിൽ വെച്ച് തന്നെയാണ്. മൂകാംബികയിലെ കാളിദാസ അടികളുടെ നേതൃത്വത്തിലുള്ള പുരോഹിതന്മാർ ഇവിടുന്ന് വരുന്നുണ്ട്. അപ്പോൾ ചണ്ഡികായാഗം അവിടെ വെച്ച് നടത്തുന്നു. അപ്പോൾ അതിൻ്റെ മുമ്പും പിമ്പുമായിട്ടുള്ള 2 ദിവസങ്ങൾ അപ്പുറം ഇപ്പുറം ഉണ്ട്. ഗംഗോത്രി, ബദരി മുതലായത് പോകാനുള്ള പരിപാടി ഉണ്ട്. അവിടെ പോയതിന് ശേഷം സൗകര്യം പോലെയൊക്കെ ചെയ്യും. സൗകര്യം പോലെ ചെയ്യും. ഈ പരിപാടികൾ മെയിൻ പരിപാടികൾ. അപ്പോൾ ഇനിയും എന്താ പറയുക, ചണ്ഡികാ ഹോമം നടത്തുന്നതിലേക്ക് പലതരത്തിലുള്ള വഴിപാട് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം. ഞാൻ അതിൻ്റെ ലിസ്റ്റ് ഒന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാം. താല്പര്യമുള്ളവർക്ക് പേരും നാളും അയച്ചു തന്ന് അതിനുള്ള പൈസയും വേണമെങ്കിൽ ഗൂഗിൾ പേ ചെയ്യാം. ചണ്ഡികാ ഹോമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ടെങ്കിലും പ്രാർത്ഥിക്കാം. അവിടെ ഋഷികേശിൽ വെച്ച് നടക്കുന്ന ചണ്ഡികായാഗം നിങ്ങളും കൂടി പങ്കാളികളായിട്ട് ഒരു മഹായജ്ഞമായി മാറട്ടെ. കാരണം അതിൽ ഒരുപാട് സാമ്പത്തിക ബാധ്യതയൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഒരു സഹായം കൂടിയാവും വഴിപാടുകൾ ചെയ്യുമ്പോൾ. ഇവർക്കൊക്കെ നല്ല ദക്ഷിണകൾ കൊടുക്കേണ്ടതുണ്ട് പുരോഹിതന്മാർക്ക്. അതുപോലെ അവിടെ ഒരുക്കങ്ങൾ ചെയ്യേണ്ടതുണ്ട്, അന്നദാനങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലേക്ക് സംഭാവന ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ഞാൻ അതിൻ്റെ ലിസ്റ്റ് പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ നോക്കി ഏതെങ്കിലും വഴിപാടുകളൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. എല്ലാവരും ഓണം കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണ്. എങ്കിലും മനസ്സ് വെച്ചാൽ പലർക്കും പലതും ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യാം. ഒരു നിർബന്ധവുമില്ല, അവസരം ഉണ്ട്. ഹരി ഓം. ഓം ശാന്തി ശാന്തി ശാന്തി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹര നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ഹരി ഓം. എല്ലാവർക്കും ഇന്ന് ശുഭരാത്രി. ഹരി ഓം. 22-ാം തീയതിയോ 23-ാം തീയതിയോ ഓൺലൈനിൽ കാണാം. നാരായണ.